നമുക്കൊരു പ്രാർത്ഥനയോട് കൂടി തുടങ്ങാം. താങ്ക് യു. ജന്മം നൽകി അനുഗ്രഹിച്ച മാതാപിതാക്കളെയും അറിവിൻ്റെ പാതയിലേക്ക് വിരൽ ചൂണ്ടിത്തന്ന ഗുരുനാഥന്മാരെയും അറിവ് നൽകി അനുഗ്രഹിക്കുന്ന ഈ മഹാപ്രപഞ്ചത്തെയും അതോടൊപ്പം ഇപ്പോൾ എൻ്റെ മുന്നിലിരിക്കുന്ന ഗുരുതുല്യരായ ഓരോരുത്തരുടെയും പ്രാർത്ഥനകളോടുകൂടി അനുഗ്രഹങ്ങളോടുകൂടി നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കടക്കാം. ഇന്നത്തെ വിഷയത്തിലേക്ക് നമ്മൾ കടക്കുന്നതിന് മുൻപ് ചില ചെറിയ കാര്യങ്ങൾ ഒന്ന് സൂചിപ്പിക്കേണ്ടതായിട്ടുണ്ട്. ഒന്ന്, ഇന്ന് രാവിലെ ഗ്രൂപ്പ് നോക്കുമ്പോൾ വളരെ സന്തോഷം തോന്നി. നമ്മുടെ നവനീത് സാറ് അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ ദിവസത്തെ യാത്രയ്ക്കിടയിലുണ്ടായ ഒരു അനുഭവം വളരെ വിശദമായിട്ട് വിവരിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വിവരണത്തിൽ ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം, കഴിഞ്ഞ ദിവസത്തെ യാത്രയ്ക്കിടയിൽ വളരെ യാദൃശ്ചികമായിട്ട് എയർപോർട്ടിൽ നിന്ന് രണ്ട് വ്യക്തികളെ കണ്ടുമുട്ടിയതും അവരുമായിട്ടുണ്ടായ സംഭാഷണങ്ങളും ആ സംഭാഷണങ്ങളിൽ ഉണ്ടായ വിഷയങ്ങളും തമ്മിൽ ഉടലെടുത്ത ആത്മബന്ധത്തെക്കുറിച്ചൊക്കെ വളരെ മനോഹരവും വിശദവുമായിട്ട് എഴുതി കണ്ടിട്ടുണ്ട്. അദ്ദേഹം ഉണ്ടോ ഇപ്പോൾ, നവനീത് സാറ്? ഉണ്ട് സാറേ. ഉണ്ട്. ഓക്കെ, താങ്ക് യു. അപ്പോൾ എനിക്ക് പറയാൻ തോന്നിയ അല്ലെങ്കിൽ കൂട്ടിച്ചേർക്കണമെന്ന് തോന്നിയ ചില കാര്യങ്ങളാണ് തുടക്കത്തിൽ തന്നെ പറയാമെന്ന് കരുതുന്നത്. അതായത്, പ്രപഞ്ചം പല വിധത്തിൽ നമുക്ക് സന്ദേശങ്ങൾ തരും. അതിൽ വളരെ ബേസിക് ആയിട്ടുള്ള ഒന്നാണ് ഏഞ്ചൽ നമ്പേഴ്സ്. ഏഞ്ചൽ നമ്പേഴ്സിനെ കുറിച്ച് ഞാൻ ഇപ്പോൾ ഒരുപാട് പറയുന്നില്ല, പക്ഷെ നിങ്ങൾ ചിലരെങ്കിലും കേട്ടിട്ടുണ്ടാകും. ഇല്ല എങ്കിൽ നമുക്ക് ഗ്രൂപ്പിൽ പിന്നെ ഡിസ്കസ് ചെയ്യാം. എനിവേ, ഏഞ്ചൽ നമ്പേഴ്സ്, അതായത് ചില പ്രത്യേക വിധത്തിലുള്ള നമ്പറുകൾ, 111, 222, 333, ഓരോന്നിനും ഒരു അർത്ഥവുമുണ്ട്. എനിവേ, അങ്ങനെ ബേസിക് ആയിട്ടുള്ളതാണ് ഏഞ്ചൽ നമ്പേഴ്സ്. ഇനി അതിലപ്പുറമുള്ള സന്ദേശങ്ങൾ, ചിലപ്പോൾ നമ്മൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വിഷയം, നമ്മൾ ഉത്തരം തേടുന്ന ഒരു കാര്യം, അതിന് വളരെ യാദൃശ്ചികമായിട്ട് നമുക്ക് ഉത്തരം കിട്ടും. ചിലപ്പോൾ നമ്മളൊരു പുസ്തകമെടുത്ത് ഇങ്ങനെ മറിച്ച് നോക്കുമ്പോഴേക്കും ആ വരികളിലേക്ക് തന്നെ നമ്മൾ എത്തുന്നത്. അത് ചില ആചാരങ്ങളുടെ ഭാഗമായിട്ടും ചെയ്യാറുണ്ട്. ചില സമയങ്ങളിൽ നമ്മൾ ബൈബിളും ഗീതയും ഖുറാൻ തുടങ്ങിയ പുസ്തകങ്ങൾ ഒരു ആശങ്കയുടെ സമയത്ത് മറിച്ച് നോക്കുമ്പോൾ റാൻഡമായിട്ട് നമ്മൾ വരുന്ന വാക്കുകൾ, വാചകങ്ങൾ ഒരു സന്ദേശമായിട്ട് നമ്മൾ എടുക്കാറുണ്ട്, അല്ലെങ്കിൽ അതിനുള്ളൊരു സൊല്യൂഷൻ അവിടെ ഉണ്ടാകുമെന്നുള്ള വിധത്തിൽ നമ്മളത് എടുക്കാറുണ്ട്. അപ്പം അതുപോലെ നമ്മൾ തേടുന്ന ചോദ്യത്തിൻ്റെ ഉത്തരം നമുക്ക് ചിലപ്പോൾ ഒരു പുസ്തകം എടുത്ത് വായിക്കുമ്പോഴേക്കും വളരെ യാദൃശ്ചികമായിട്ട് ആ പേജിലേക്ക് നമ്മൾ എത്തും. അതുപോലെ തന്നെ, അല്ലെങ്കിൽ ചിലപ്പോൾ അവിചാരിതമായിട്ട് ടി വി ഒന്ന് ഓപ്പൺ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ റേഡിയോ ഒന്ന് ഓപ്പൺ ചെയ്യുമ്പോഴേക്കും അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമായിരിക്കും അവിടെ നമുക്ക് കിട്ടുന്നത്. ഇനി അതുമല്ലെങ്കിൽ വളരെ യാദൃശ്ചികമായിട്ടൊരു വ്യക്തി നമ്മളോട് അതേക്കുറിച്ച് സംസാരിക്കും. ഇല്ലെങ്കിൽ നമ്മളോടും സംസാരിക്കില്ല, ചിലപ്പോൾ രണ്ട് വ്യക്തികൾ അപ്പുറത്ത് നിന്ന് സംസാരിക്കുന്നത് നമ്മൾ കേൾക്കാനിടയാകും. അവിടെയൊക്കെ ഉണ്ടാകുന്നത് നമ്മുടെ ചോദ്യങ്ങൾക്കുള്ള, നമ്മുടെ ആശങ്കകൾക്കുള്ള ഉത്തരമായിരിക്കും. ഒന്ന്. രണ്ട്, ഇത് തന്നെ പലയിടങ്ങളിൽ നിന്ന് റിപ്പീറ്റായിട്ട് കേൾക്കും. നമ്മളൊരു ചോദ്യം ചോദിച്ചു, പ്രപഞ്ചത്തോട് ചോദ്യം ചോദിച്ചു, അല്ലെങ്കിൽ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം നമ്മൾ തേടുകയാണ്. അത് ചിലപ്പോൾ നിങ്ങൾ ഇതുപോലൊരു പുസ്തകത്തിൽ നിന്ന് കാണും, പിന്നെ കുറച്ച് കഴിയുമ്പോൾ റേഡിയോയിൽ നിന്ന് കേൾക്കും, പിന്നെ വേറൊരാൾ പറഞ്ഞ് നമ്മൾ വീണ്ടും ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യും. ഇങ്ങനെയും സംഭവിക്കാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ റിപ്പീറ്റായിട്ട് കേൾക്കുന്നതിൻ്റെ കാരണങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത്, നമ്മളൊരു ശരാശരി വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എപ്പോഴും സംശയങ്ങളാണ്. ഒരു ഒരു നമ്മളൊരു ടി വിയിലൊരു ന്യൂസ് കേട്ടു എന്നിരിക്കട്ടെ, ഒരു ചാനലിൽ ഒരു ന്യൂസ് കേട്ടു. ആ ന്യൂസ് കേട്ടാൽ നമ്മൾ ഉടൻ തന്നെ അടുത്ത ചാനലിലേക്ക് പോകും, അതൊന്നുകൂടി റീകൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒന്നുകൂടി കൂടുതൽ വിശദമായിട്ട് അറിയാൻ വേണ്ടിയിട്ട്. പിന്നെ മൊബൈൽ എടുത്ത് നോക്കും, പിന്നെ ചിലപ്പോൾ പത്രം എടുത്ത് നോക്കും, ചിലപ്പോൾ ഒരു സുഹൃത്തിനോട് വിളിച്ചന്വേഷിക്കും. അതായത് ഒരു ശരാശരി വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും സംശയങ്ങളാണ്. ആ സംശയങ്ങൾക്ക് ഒരിടത്തുനിന്ന് ഉത്തരം കിട്ടിയാൽ ചിലപ്പോൾ മനസ്സ് സംതൃപ്തമാവില്ല. വീണ്ടും വീണ്ടും കുറച്ചുകൂടി ആഴത്തിൽ അറിയാൻ വേണ്ടിയിട്ട്, ഒന്നുകൂടി ഒന്ന് റീചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മനസ്സിങ്ങനെ വെമ്പൽ കൊണ്ടുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇതിനെ മറികടക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവിടെ നമ്മളെ സംതൃപ്തമാക്കാൻ വേണ്ടിയിട്ട് പ്രപഞ്ചം ഇതുപോലെ വ്യത്യസ്തമായിട്ടുള്ള ഇടങ്ങളിൽ, വ്യത്യസ്തരായിട്ടുള്ള വ്യക്തികളിലൂടെ, സാഹചര്യങ്ങളിലൂടെയും നമുക്കിങ്ങനെ ഒരേ സന്ദേശം തന്നെ ചിലപ്പോൾ പലപ്പോഴും ആവർത്തിച്ച് തന്നുകൊണ്ടേയിരിക്കും.
കഴിഞ്ഞ ആഴ്ച നമ്മൾ കർമ്മനിയമങ്ങളെക്കുറിച്ച് പഠിച്ചു, മനസ്സിലാക്കി. അതുപോലെ തന്നെ പൂർവ്വജന്മങ്ങളെക്കുറിച്ച് മനസ്സിലാക്കി. പൂർവ്വജന്മത്തിൽ ബാക്കി വെച്ച ചില വ്യക്തികൾ വളരെ യാദൃശ്ചികമായിട്ട് ചില സാഹചര്യങ്ങളിൽ നമ്മളെ കണ്ടുമുട്ടുമെന്നും അവരോട് ചിലപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഒരു ആത്മബന്ധമുണ്ടാകുമെന്നും അന്നോളം നമ്മളോടൊപ്പം ഉള്ള നമ്മളെ അന്ന് വരെയുള്ള ബന്ധുക്കളെക്കാൾ കൂടുതൽ, സുഹൃത്തുക്കളെക്കാൾ കൂടുതൽ ഈ വ്യക്തികൾ നമ്മളോടൊപ്പം ചിലപ്പോൾ ചേർന്ന് നിൽക്കുമെന്നും ഒക്കെ നമ്മൾ മനസ്സിലാക്കി. അപ്പോഴൊക്കെ ചിലയിടങ്ങളിലെങ്കിലും ചിലപ്പോൾ സംശയങ്ങളുണ്ടാകാം. അങ്ങനെയൊക്കെ സംഭവിക്കുമോ? ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ യുഗത്തിലും നമ്മളിതെല്ലാം വിശ്വസിക്കണോ, വിശ്വസിക്കണ്ടേ എന്നൊക്കെയുള്ള ചില സംശയങ്ങൾ അവിടെ ഉണ്ടാകാം. അപ്പോൾ അതിനൊക്കെയുള്ള ഉത്തരമായിട്ട് ആയിരിക്കണം ഒരുപക്ഷേ അദ്ദേഹത്തിന് അങ്ങനെ ഒരു നിയോഗമുണ്ടായതും അത്രമാത്രം വിശദമായിട്ട് അത് ഗ്രൂപ്പിൽ നമ്മളോട് ഷെയർ ചെയ്യാനുള്ള ഒരു ചിന്ത അദ്ദേഹത്തിന് വന്നത്, അത് സംഭവിച്ചത്. മാത്രമല്ല, ഞാൻ സാധാരണ ഇത്ര രാവിലെ ഫോൺ ഓപ്പൺ ചെയ്യാറില്ല. ഇന്ന് തന്നെ ഓപ്പൺ ചെയ്ത് നമ്മുടെ ലിങ്ക് ഇടാൻ വേണ്ടിയിട്ടാണ്. അപ്പോഴാണ് ഒരു മെസ്സേജ് ഇങ്ങനെ കാണുന്നത്. പിന്നെ ചക്ര ഗ്രൂപ്പ് ആയതുകൊണ്ട് മാത്രം ഞാൻ വായിച്ചു നോക്കിയത്. വേറെ ഒരു ഗ്രൂപ്പിൽ കയറുകയില്ല, വായിച്ചു നോക്കില്ല. അപ്പോൾ അങ്ങനെ വായിച്ചു നോക്കാൻ ഉള്ളൊരു സാഹചര്യം ഉണ്ടായതും അതിവിടെ പറയുന്നതും വീണ്ടും നമ്മളെല്ലാവരും ഒന്നുകൂടി അതിലൂടെ കടന്നു പോകുന്നതുമൊക്കെ പ്രപഞ്ചം നമുക്ക് തരുന്ന സന്ദേശങ്ങൾ തന്നെയാണ് തീർച്ചയായിട്ടും നമ്മളെ ചേർത്ത് നിർത്തുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ കഴിഞ്ഞ ആഴ്ച ഞാനൊരു മെസ്സേജ് എല്ലാവർക്കും പേഴ്സണലായിട്ട് ഇട്ടിരുന്നു. എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഈ മെഡിറ്റേഷനിലൂടെ അല്ലെങ്കിൽ ഈ യാത്രയിലൂടെ കടന്നു പോകുമ്പോൾ നമുക്കുണ്ടായിരിക്കുന്ന അനുഭവങ്ങൾ, ആത്മീയമായിട്ടുള്ള അനുഭവങ്ങൾ ഒന്ന് പങ്കുവയ്ക്കണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഗ്രൂപ്പിൽ ഇതുപോലെ പങ്കുവയ്ക്കാൻ പറ്റുന്നത് തീർച്ചയായിട്ടും ഗ്രൂപ്പിൽ പങ്കുവയ്ക്കൂ. ഇനി അതല്ല, ചില കാരണങ്ങൾ കൊണ്ട് ചിലപ്പോൾ ഗ്രൂപ്പിൽ പങ്കുവയ്ക്കാൻ പറ്റാത്തതാണെങ്കിൽ അതൊന്ന് വ്യക്തിപരമായിട്ട് പങ്കുവയ്ക്കൂ. കാരണം നമ്മളൊരു ഒരു സംഘമായിട്ട് യാത്ര ചെയ്യുന്ന സമയത്ത് അറിവുകൾ ആരിലൂടെയെല്ലാം സംഭവിക്കും, സന്ദേശങ്ങൾ ആരിലൂടെ വേണമെങ്കിലും വരാം. കാരണം നമ്മളിപ്പോൾ ഒരേ പാതയിലാണ്. അപ്പോൾ ആരിലൂടെ വേണമെങ്കിലും വരാം. അപ്പോൾ ഇപ്പോൾ അദ്ദേഹത്തിലൂടെ വന്ന ആ ഒരു സന്ദേശം അല്ലെങ്കിൽ ആ ഒരു അറിവ് അദ്ദേഹം പങ്കുവെച്ച സമയത്താണ് അത് കുറച്ചുകൂടി അതിനൊരു ക്ലാരിറ്റി തരണമെന്ന് തോന്നിയതും അത് നമുക്ക് പങ്കുവെക്കാൻ തോന്നിയത്. ഇപ്പം നമ്മൾ ഇൻഡിവിജ്വലായിട്ടായിരുന്നു അത് വായിച്ചിരുന്നെങ്കിൽ ഓരോരുത്തരും എത്രമാത്രം അതിനെ മനസ്സിലാക്കും, എത്രമാത്രം മുഖവിലേക്ക് എടുക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷേ അത് നമുക്ക് അറിയുന്നതിനുള്ള ഒരു അവസരം തന്നെയാണ്. തീർച്ചയായിട്ടും അതിനങ്ങനെ തന്നെ കാണുക. അതുപോലെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടായാൽ അറിയിക്കുക. 1. 2, കഴിഞ്ഞതിൻ്റെ മുന്നത്തെ ആഴ്ചയാണെന്ന് തോന്നുന്നു നമ്മൾ ഭ്രമരി പ്രാണായാമത്തെക്കുറിച്ച് മനസ്സിലാക്കി. ഭ്രമരി പ്രാണായാമം ചെയ്തതിൻ്റെ ചില എക്സ്പീരിയൻസുകൾ നമ്മളിലുള്ള ചില സുഹൃത്തുക്കൾ പങ്കുവയ്ക്കുകയുണ്ടായി, വ്യക്തിപരമായിട്ട് പങ്കുവയ്ക്കുകയുണ്ടായി. അത് വളരെ ഗംഭീരമായിട്ടുള്ള അനുഭവങ്ങളിലേക്കാണ് പലരെയും എത്തിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം പ്രപഞ്ചത്തിൻ്റെ ആ താളവുമായിട്ട് നമ്മൾ വിലയം പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ താളവുമായിട്ട് നമ്മൾ ട്യൂണായി വരികയാണ്. പ്രപഞ്ചത്തിൻ്റെ ഫ്രീക്വൻസിയുമായിട്ട് ട്യൂണായി വരികയാണ്. അവിടെ പ്രാപഞ്ചികമായിട്ടുള്ള അനുഭവങ്ങളും അറിവുകളും ഒക്കെ അനുസ്യൂതം ഇങ്ങനെ നമ്മളിലേക്ക് വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഒന്നുകൂടി എനിക്കവിടെ കൂട്ടിച്ചേർക്കാനുള്ളത്, നമ്മൾ സാധാരണ മെഡിറ്റേഷൻ ഇരിക്കുന്ന സമയത്ത് തുടക്കത്തിൽ ഈ ഭ്രമരി ചെയ്തതിന് ശേഷം നമ്മൾ ഏത് മെഡിറ്റേഷൻ ചെയ്യുകയാണെങ്കിലും അതിലേക്ക് പോകുന്നത് വളരെ ഗംഭീരമായിരിക്കും. സാധാരണ മന്ത്രജപങ്ങളോ സാധനകളോ ഒക്കെ ഉള്ളവർ പ്രണവം, ഓംകാരം ജപിച്ചിട്ടിരിക്കുന്നതിൻ്റെ ഒരു കാരണം ഇതാണ്. ഓംകാരം ഈ ഭ്രമരീൻ്റെ മറ്റൊരു വശം തന്നെയാണ്, നേരത്തെ നമ്മളവിടെ സൂചിപ്പിച്ചിരുന്നു. അപ്പോൾ കൃത്യമായിട്ട് ഭ്രമരി ചെയ്തിട്ട് നമ്മൾ നോർമൽ മെഡിറ്റേഷനിലേക്ക് പോകുമ്പോൾ അത് വളരെ പെട്ടെന്ന് തന്നെ മെഡിറ്റേറ്റഡ് സ്റ്റേറ്റിലേക്ക് പോകാനും മനസ്സ് കൂടുതൽ ഏകാഗ്രത കിട്ടാനും ഒക്കെ അതവിടെ കാരണമാകുന്നുണ്ട്. വളരെ ഭംഗിയായിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. എനിവേ, എന്തായാലും ഒരുപാട് സന്തോഷം. അപ്പം നമുക്ക് ഇനി ഇന്നത്തെ വിഷയത്തിലേക്ക് കടക്കാം. ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ചക്രങ്ങളെക്കുറിച്ച് തന്നെയാണ്. പൊതുവായിട്ട് ചക്രങ്ങളെക്കുറിച്ചാണ് ഇന്ന് മനസ്സിലാക്കാൻ പോകുന്നത്. നമ്മുടെ ശരീരത്തിലെ ഊർജ കേന്ദ്രങ്ങളെയാണ് പൊതുവിലെ ചക്രം എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ ചക്രാസ് എന്ന് വിളിക്കുന്നത്. വാസ്തവത്തിൽ ഈ ചക്രം എന്നുള്ള വാക്കിന് വട്ടത്തിൽ കറങ്ങുന്ന അല്ലെങ്കിൽ ഡിസ്ക് എന്നൊക്കെ നമ്മൾ പറയുന്ന ആ ഒന്ന് തന്നെയാണ് അർത്ഥം. അതിൽ കൂടുതൽ വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വളരെ സങ്കീർണമായിട്ടുള്ള അർത്ഥതലങ്ങളൊന്നും അതിനില്ല.
അതുപോലെ തന്നെ ഈ ചക്രാസ് നമ്മുടെ ഭൗതിക ശരീരത്തിലല്ല സ്ഥിതി ചെയ്യുന്നത്. മറിച്ച് അത് നമ്മുടെ സൂക്ഷ്മ ശരീരത്തിൽ ആസ്ട്രൽ ബോഡിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ആസ്ട്രൽ ബോഡിയിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ആസ്ട്രൽ ബോഡിയിൽ സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് തന്നെ ഈ ചക്രാസിനെ നമുക്കിങ്ങനെ കാണാനൊന്നും പറ്റില്ല. ഇപ്പോൾ നമുക്ക് ജീവനുണ്ട്, ബോധമുണ്ട്. ഇതെവിടെയാണ് ഇരിക്കുന്നത്? നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ശരീരത്തിന്റെ ഏത് ഭാഗം കീറി മുറിച്ച് നോക്കിയാലാണ് നമ്മുടെ ബോധത്തെ, അല്ലെങ്കിൽ നമ്മുടെ ജീവനെ, പ്രാണനെ കാണാൻ സാധിക്കുന്നത്? അതുപോലെ തന്നെയാണ് ചക്രാസം. നമുക്ക് നേരിട്ട് കാണാൻ സാധിക്കാത്തത് കൊണ്ട്, അല്ലെങ്കിൽ ഇന്ന് നിലവിലിരിക്കുന്ന ഉപകരണങ്ങൾ കൊണ്ട്, ശാസ്ത്രീയമായിട്ടുള്ള ഉപകരണങ്ങൾ കൊണ്ട് അതിനെ തിരിച്ചറിയാൻ സാധിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഇതിനെ ശാസ്ത്രം അംഗീകരിക്കാത്ത, അല്ലെങ്കിൽ ശാസ്ത്രീയം എന്ന് പറയാൻ സാധിക്കാത്തത്. സാധാരണഗതിയിൽ പാരാസൈക്കോളജി ക്ലാസ്സുകളിലൊക്കെ ഞാൻ പറയാറുണ്ട്, ശാസ്ത്രീയമെന്ന് കരുതാൻ, അല്ലെങ്കിൽ ശാസ്ത്രീയമായിട്ട് തെളിവുകൾ നിരത്തി സമർത്ഥിക്കാൻ പറ്റാത്തത് കൊണ്ട് മാത്രം അവിടെ വസ്തുതകളില്ല എന്നുള്ളതല്ല അർത്ഥം. അത് ശാസ്ത്രത്തിൻ്റെയും ഉപകരണത്തിൻ്റെയും പരിമിതികൾ മാത്രമാണ്. കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോൾ ഈ പരിമിതികളെ മറികടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും കൂടുതൽ ക്ലാരിറ്റിയോടുകൂടി, കൂടുതൽ ആഴത്തിൽ, നമ്മൾ ഇന്ന് മനസ്സിലാക്കുന്നതിനേക്കാൾ ഒരുപക്ഷെ കൂടുതൽ ആഴത്തിൽ നമുക്ക് കാര്യങ്ങളെ മനസ്സിലാക്കാൻ, തിരിച്ചറിയാൻ സാധിക്കും. അതുവരെ ഈ വിധത്തിലുള്ള അറിവുകളുമായിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അതിനെ പ്രാപഞ്ചികമായിട്ടുള്ള അറിവുകളായിട്ട് കൂട്ടിയാൽ മതി. കാരണം പ്രപഞ്ചത്തിലെ എല്ലാ അറിവുകളും ഉണ്ട് നമുക്കറിയാം. ധ്യാനാത്മകമായിട്ടുള്ള മാനസികാവസ്ഥകളിലൂടെ മുന്നോട്ട് പോകുമ്പോൾ അസാധാരണമായ വിധത്തിലുള്ള ഈ ഈ അറിവുകൾ നമ്മളിലേക്ക് എത്തിച്ചേരുകതന്നെ ചെയ്യും. അതുകൊണ്ടാണ് ധ്യാനത്തിന് അത്രമാത്രം പ്രാധാന്യം കൊടുക്കണം എന്ന് പറയാനുള്ള കാരണവും. അപ്പോൾ ഇനി ചക്രങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഈ ചക്രങ്ങളുടെ സ്ഥാനം നമ്മുടെ നട്ടെല്ലിന് ഉള്ളിലുള്ള ഊർജപാതയിലാണ് ഈ ചക്രാസ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് കഴിയുന്നിടത്തോളം നമ്മൾ ഇരിക്കുമ്പോഴെല്ലാം നട്ടെല്ല് നിവർത്തി തന്നെ ഇരിക്കുക എന്ന് പറയാനുള്ള കാരണം. എനിക്കറിയാം, എൻ്റെ ചെറിയ പ്രായത്തിലൊക്കെ ഇങ്ങനെ വളഞ്ഞു കുത്തിയിരിക്കുന്ന സമയത്ത് അച്ഛനും അമ്മയും മുത്തശ്ശനും ഒക്കെ പറയാറുണ്ടായിരുന്നു, നിവർന്നിരിക്കാൻ പറയാറുണ്ടായിരുന്നു, എപ്പോഴും നിവർന്നിരിക്കാൻ. കാരണം ഈ നിവർന്നിരിക്കാൻ പറയുന്നത്, ഈ പറയുന്ന ഊർജ പ്രവാഹം കൃത്യമായിട്ടത് സംഭവിക്കാൻ വേണ്ടി തന്നെയാണ്. നമുക്കറിയാം, പ്രകാശമൊക്കെ സഞ്ചരിക്കുന്നത് ഒരു നേർപാതയിലാണ്. അപ്പോൾ മൂർധാവിലൂടെ ഉള്ളിലേക്ക് കടക്കുന്ന, അല്ലെങ്കിൽ പ്രവഹിക്കുന്ന ഈ എനർജി കൃത്യമായിട്ട് നമ്മുടെ എല്ലാ ചക്രകളിലൂടെയും കടന്നു പോകുന്നതിനും അതിൻ്റെ ആ സന്തുലനം നിലനിർത്തുന്നതിനും വേണ്ടി തന്നെയായിരിക്കണം ഒരുപക്ഷെ നമ്മുടെ പൂർവികര് ഈ വിധത്തിലുള്ള ചില കാര്യങ്ങൾ അനുഷ്ഠിച്ചു വന്നതും അന്ന് നമ്മളോടൊക്കെ അത് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നതും. അതിൻ്റെ ഇത്രയും സങ്കീർണമായിട്ടുള്ള കാര്യങ്ങളൊന്നും ഒരുപക്ഷെ പറഞ്ഞിട്ടുണ്ടാവില്ല, പക്ഷേ ഏറ്റവും മിനിമത്തിൽ പറയാറുണ്ട്, നിവർന്നിരിക്കൂ. അതുപോലെ തന്നെ പഠിക്കുന്ന സമയത്ത് കുട്ടികളോട് പറയാറുണ്ട്, നിവർന്നിരിക്കൂ എന്ന്. പക്ഷെ ഇന്നത്തെ അങ്ങനെയൊന്നും അല്ലാന്ന് എനിക്ക് തോന്നുന്നു, അല്ലെങ്കിൽ മെജോറിറ്റിക്കും അത് അറിയില്ല. അവരവരുടെ ഇഷ്ടത്തിന് ഇരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ നിവർന്നിരിക്കൂ എന്ന് പറയുന്നതിന് പിന്നിൽ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വസ്തുത തന്നെയാണ്. കാരണം നിങ്ങൾക്കറിയാം, നമ്മുടെ ഒരു ഡിജിറ്റൽ എക്യുപ്മെൻ്റ്, ഡിജിറ്റൽ ഗാഡ്ജറ്റ് കൃത്യമായിട്ടുള്ള ചാർജിങ് അതിന് നടന്നു കഴിഞ്ഞാൽ ഭംഗിയായിട്ട് അത് വർക്ക് ചെയ്യും. അതേസമയം ആ പ്ലഗിൽ എവിടെയെങ്കിലും ലൂസ് കോണ്ടാക്ട് ഉണ്ടെങ്കിലോ ചിലപ്പോൾ ചാർജ് ആവും, ചിലപ്പോൾ ചാർജ് ആവില്ല. അങ്ങനെ വരുമ്പോൾ ഇടയ്ക്ക് വെച്ചിട്ട് പണി മുടക്കും. ഇത് തന്നെയാണ് പലപ്പോഴും ഇന്നത്തെ ജീവിത രീതിയും സംസ്കാരവും ഒക്കെ, അല്ലെങ്കിൽ ചില കാഴ്ചപ്പാടുകളും ഒക്കെ നമ്മളിൽ സംഭവിപ്പിച്ചു അറിയില്ലേ. എനിക്കത് പലപ്പോഴും ഈ വിഷയങ്ങൾ കുറച്ചുകൂടി ആഴത്തിൽ പഠിക്കുമ്പോഴാണ് ഒരു ഒരു കാലഘട്ടത്തിൽ നമ്മൾ പിന്തുടർന്ന് വന്നിരുന്ന, ഒരു പക്ഷേ അന്ധം എന്ന് ഇന്ന് വിധി എഴുതിയിരിക്കുന്ന പല വിശ്വാസങ്ങളുടെയും അടിസ്ഥാനം എന്താണ്, അത് വ്യക്തികളെ എത്രമാത്രം സ്വാധീനിക്കുന്നുണ്ട്, ശാരീരികവും മാനസികവും വൈകാരികവും ആത്മീയവുമായിട്ടുള്ള സന്തുലനാവസ്ഥയെ, പുരോഗതിയെ എത്രമാത്രം അത് സ്വാധീനിക്കുന്നുണ്ട് എന്ന് മനസ്സിലാകുന്നത് കൂടുതൽ ആഴത്തിൽ പഠിച്ചു പോകുമ്പോഴാണ്. അതുപോലെ തന്നെ പോകുന്ന വഴിക്കൊന്ന് പറഞ്ഞു പോവുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് മറ്റൊരു ആഴത്തിലുള്ള പഠനത്തിൻ്റെ പാതയിലാണ്, ഡാർക്ക് സൈക്കോളജി എന്നുള്ള വിഷയത്തിൽ. നാളെ വൈകുന്നേരം അതിൻ്റെ ഒരു വെബിനാർ സംഘടിപ്പിക്കുന്നുണ്ട്, നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും തോന്നുന്നു. ആ വിഷയത്തിൽ പഠനങ്ങൾ നടത്തുമ്പോഴാണ് മനസ്സിലാവുന്നത്,
അത് എത്രമാത്രം നമ്മളെയൊക്കെ സ്വാധീനിക്കുന്നുണ്ടെന്ന്, എത്രമാത്രം സ്വാധീനിക്കുന്നുണ്ട്. ആക്ച്വലി ഞാനത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് വിചാരിച്ചിരുന്നത് ഒരു പ്രത്യേക കാറ്റഗറിയെ മാത്രം, അതുകൊണ്ടാണ് ഒരുപാട് വൈഡ് പബ്ലിസിറ്റി ഒന്നും കൊടുക്കാത്തത്. ഒരു 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 കാറ്റഗറിയെ മാത്രം, അതായത് ബിസിനസ് പ്രൊഫഷണല്, അങ്ങനെയൊക്കെയുള്ള ഒരു, അല്ലെങ്കിൽ ട്രെയിനേഴ്സ്, കൗൺസിലേഴ്സ്, അങ്ങനെയൊക്കെയുള്ള ഒരു കാറ്റഗറിയെ മാത്രമാണ് ഞാൻ മുന്നിൽ കണ്ടിരുന്നത്. പക്ഷേ അതിൻ്റെ മോഡ്യൂളുകൾ തയ്യാറാക്കി ഓരോ മോഡ്യൂളുകളിൽ നിന്നും അടുത്തതിൽ ഇങ്ങനെ പോകുന്ന സമയത്താണ് അത് ഓരോ വ്യക്തിയും, ഇൻക്ലൂഡിങ് നമ്മൾ ഒരു വീടിൻ്റെ ഉള്ളിൽ പോലും എത്രമാത്രം സ്വാധീനിക്കുന്നുണ്ട് നമ്മളറിയില്ല. നമ്മൾ ആ ഒരു ഒരു പിടുത്തത്തിനുള്ളിലാണെന്ന് അറിയാതെ നമ്മൾ എത്രമാത്രം സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാവുന്നത്. എന്ത് തന്നെയായാലും വളരെ ഗംഭീരമായിട്ടുള്ള ഒരു വിഷയമാണ്. സോ താല്പര്യമുണ്ടെങ്കിൽ ജോയിൻ ചെയ്തോളൂ. ഞാൻ ഒരിക്കലും ഇത് മാർക്കറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് പറയുന്നതല്ല കേട്ടോ, അങ്ങനെ തെറ്റിദ്ധരിക്കുകയും ചെയ്യരുത്, ഇവിടെ പറയേണ്ടതുമല്ല. പക്ഷേ അതിന് അത്രമാത്രം പ്രാധാന്യമുണ്ടെന്ന് തോന്നിയതുകൊണ്ട് ഞാനൊന്ന് പറഞ്ഞു പോകുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ചക്രാസ് നമ്മൾ നിവർന്നിരിക്കുന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. അപ്പൊ ഇന്നത്തെ നമ്മുടെ ജീവിത രീതി, നമ്മുടെ ചുറ്റുപാടുകളും, അതുപോലെ തന്നെ നമ്മുടെ ജോലിയും തുടങ്ങി നമ്മുടെ ഇരിപ്പിടങ്ങളുടെ ഡിസൈൻ അടക്കമുള്ള കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഒരു പക്ഷേ ഈ പറഞ്ഞ മാതിരി നിവർന്നിരിക്കാൻ സാധിച്ചു കൊള്ളണമെന്നില്ല സദാസമയം. പണ്ടത്തെ മാതിരില്ല, മിക്കവാറും ജോലികളൊക്കെ ഇങ്ങനെ ഇരുന്നിട്ട് തന്നെയാണ് ചെയ്യുന്നത്, എപ്പോഴും ഇങ്ങനെ ഇരിക്കാൻ ഒരു പക്ഷേ സാധിച്ചു കൊള്ളണമെന്നില്ല. പക്ഷേ അറ്റ്ലീസ്റ്റ് നമ്മുടെ മെഡിറ്റേഷൻ്റെ സമയത്ത് നിർബന്ധമായിട്ടും ഇങ്ങനെ നിവർന്ന് തന്നെ നമ്മൾ ഇരിക്കണം. നിവർന്ന് തന്നെ ഇരിക്കണം. മൂർധാവ് മുതൽ നട്ടെല്ലിൻ്റെ അഗ്രഭാഗം വരെ, റൂട്ട് ചക്ര, മൂലാധാര ചക്ര, അതിലേക്ക് നമ്മൾ വരാം. അതുവരെയുള്ള ഭാഗം ഒരു നേർരേഖയിൽ വരണം, ഒരു നേർരേഖയിൽ വരണം. ആ വിധത്തിൽ തന്നെ ആയിരിക്കണം നമ്മൾ മെഡിറ്റേഷൻ ഇരിക്കുന്നത്. അത് നിങ്ങൾ സോഫയിലിരുന്നാലും ശരി, മറ്റൊരിടത്തിരുന്നാലും ശരി, നിവർന്ന് തന്നെ ഈ പറയുന്ന ഷേപ്പിൽ തന്നെ ഇരിക്കണം. അതിൻ്റെ കാരണം ഇതാണ്. എങ്കിൽ മാത്രമേ കൃത്യമായിട്ടുള്ള ഊർജപ്രവാഹം അവിടെ സംഭവിക്കുകയുള്ളൂ. അതിൻ്റെ കാരണം ഇതാണ്. ഇനി അപ്പോൾ ഇതിൻ്റെ സ്ഥാനം നമ്മൾ എവിടെയാണ് എന്ന് മനസ്സിലാക്കി. ഇനി ഓരോന്നിൻ്റെയും സ്ഥാനമുണ്ട്, അതിലേക്ക് നമ്മൾ വരാം. കോമൺ ആയിട്ട് നട്ടെല്ലിനുള്ളിൽ ഊർജപാതയിലാണ് ഈ ചക്രാസ് സ്ഥിതി ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ ആകൃതിയെ പലപ്പോഴും പൂ പോലെ, വളയം പോലെ ഒക്കെ പറയാറുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ ചക്രാസിൻ്റെ ആകൃതി എന്ന് പറയുന്നത് ബോൾസിൻ്റെ, അതായത് ഗോളാകൃതി വരാനുള്ള കാരണം മറ്റൊന്നുമല്ല, വളരെ സിമ്പിളാണ് ഗോളാകൃതി വരാനുള്ള കാരണം. അതായത് നിങ്ങൾക്കറിയാം, കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഏതൊരു വസ്തുവിനെ നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിലും അതിൻ്റെ എല്ലാം ആകൃതി ഗോളം തന്നെയാണ്, റൗണ്ട് തന്നെയാണ്. അത് ഗ്രഹങ്ങൾ എടുത്തോളൂ, ഇനി ഒന്നും അല്ലെങ്കിലും പുഴകളിലൂടെ ഇങ്ങനെ ഒഴുകി വരുന്ന കല്ലുകൾ എടുത്തോളൂ, അതിങ്ങനെ കറങ്ങി വരുന്നതിനനുസരിച്ച്, സഞ്ചരിച്ച് വരുന്നതിനനുസരിച്ചിട്ട് ഏത് ഷേപ്പിലുള്ള കല്ലുകളായാലും ഉരുണ്ടുരുണ്ട് വരുമ്പോൾ അതിൻ്റെ ആകൃതി ഗോളാകൃതി തന്നെയായിട്ട് മാറും. അതാണ് ചക്രാസിൻ്റെ ആകൃതിയും ഗോളം എന്ന് പറയാൻ കാരണം. അപ്പൊ സ്വാഭാവികമായിട്ടും ചിലപ്പോൾ അടുത്ത ഒരു ചോദ്യം വരും, ബേസിക് ആയിട്ട് കാര്യങ്ങൾ അറിയുന്നവർക്ക്. ഇപ്പൊ ചക്രങ്ങൾക്ക് ദളങ്ങളുണ്ട്, ചിലതിന് 4 ഇളം, അതുപോലെ സഹസ്രാര 1000 ദളം, ഇതെല്ലാം നമ്മൾ പറയുന്നുണ്ട്. അപ്പൊ എന്താണ് ഈ ദളത്തിന്റെ അടിസ്ഥാനം? ആ ദളത്തിന്റെ അടിസ്ഥാനം എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലേക്ക് നമ്മൾ കുറച്ചുകൂടി വിശദമായിട്ട് വരുന്നുണ്ട്. പെട്ടെന്നൊരു സംശയം ഉണ്ടാകാനുള്ള സാധ്യതയുള്ളതുകൊണ്ടൊന്ന് പറഞ്ഞു പോകുന്നു എന്നുള്ളേ ഉള്ളൂ. ആ ദളത്തിന്റെ അടിസ്ഥാനം എന്താന്ന് പറഞ്ഞാൽ, ഇതെല്ലാം കറങ്ങുന്ന സമയത്ത് ശബ്ദമുണ്ടാകും. നമ്മൾ നേരത്തെ പഠിച്ചു, ഹം എന്നുള്ള ശബ്ദം പൊതുവിലുണ്ടാകുന്നുണ്ട്. അതിലേക്ക് നമുക്ക് വിശദമായിട്ട് വരാം. അപ്പോൾ ഈ ശബ്ദത്തിൻ്റെ ഫ്രീക്വൻസിക്ക് അനുസരിച്ചിട്ടാണ് ഈ ദളങ്ങളെ ഈ ദളങ്ങളെ കണക്കാക്കിയിരിക്കുന്നത്. നിങ്ങൾക്കറിയില്ലേ, ഓരോ ശബ്ദ തരംഗങ്ങൾക്ക് അതിൻ്റെ ഗ്രാഫ് എടുത്ത് നോക്കിയിട്ടുണ്ട് എങ്കിൽ ആ ഗ്രാഫിൻ്റെ ആകൃതിയുണ്ട്. ചില ശബ്ദ തരംഗങ്ങൾ ഇങ്ങനെ പോകുന്ന കാണാം, ചിലത് ഇങ്ങനെ പോകുന്ന കാണാം, സൈക്കിൾസ് അല്ലെ, തരംഗങ്ങൾ ഇങ്ങനെ പോകുന്ന കാണാം. അപ്പോൾ ഈ വേവ് ലെങ്ത്, ഈ ഫ്രീക്വൻസി അനുസരിച്ചിട്ടാണ്, അല്ലെങ്കിൽ അതിൻ്റെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഈ ദളങ്ങളെന്നും അല്ലെങ്കിൽ ആകൃതി എന്നും ഒക്കെ നമ്മൾ പറയുന്നത്. അല്ലെങ്കിൽ കുറച്ചുകൂടി വിശദമായിട്ട് പിന്നാലെ വരാം. അതുപോലെ തന്നെ ചക്രങ്ങളുടെ നിറങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ വാസ്തവത്തിൽ ഈ ചക്രങ്ങൾക്ക് പ്രത്യേകിച്ച് നിറമില്ല. പക്ഷേ അവിടെയും മറ്റൊരു കാര്യമുണ്ട്. നമ്മൾ ധ്യാനത്തിലേക്ക് പോകുമ്പോൾ ഓരോ ചക്രാസിനും കൃത്യമായിട്ടുള്ള നിറം കൊടുത്ത് തന്നെയാണ്, അല്ലെങ്കിൽ നിറം സങ്കല്പിച്ച് തന്നെയാണ് മെഡിറ്റേറ്റ് ചെയ്യുന്നത്. മാത്രമല്ല ഓരോ ചക്രാസിനും കൃത്യമായിട്ടുള്ള നിറം പറയുന്നുമുണ്ട്.
ഓരോ ചക്രാസിനും നിറം പറയുന്നുണ്ട്. അപ്പൊ ഈ നിറത്തിന്റെ അടിസ്ഥാനം എന്താന്ന് പറഞ്ഞാൽ ഓരോ ചക്രങ്ങളും ഓരോരോ മൂലകങ്ങളെ, എലമെന്റ്സിനെ പ്രതിനിധാനം ചെയ്യുന്നുണ്ട്. അപ്പോ ആ മൂലകങ്ങളുടെ നിറത്തെയാണ് ഇത് പ്രതിഫലിക്കുന്നത്. ആ മൂലകങ്ങളുടെ നിറത്തെയാണ് ഇത് പ്രതിഫലിക്കുന്നത്. നിങ്ങൾക്കറിയാം, നമ്മൾ ഒരു പ്രത്യേകിച്ച് ഒരു നിറവുമില്ലാത്ത ഒരു ബൾബ്, ഒരു ലൈറ്റ് ഇങ്ങനെ പ്രകാശിപ്പിച്ച് വെച്ചിരിക്കുന്നു എന്നിരിക്കട്ടെ. പക്ഷേ അത് ആ, ഒരു എന്താ പറയുക, ഒരു നിറമുള്ള വസ്തു കൊണ്ട്, അല്ലെങ്കിൽ ഒരു കളർ കടലാസ് കൊണ്ട് കവർ ചെയ്തിരിക്കുകയാണെങ്കിൽ ആ നിറമായിരിക്കും നമ്മൾ പുറത്തേക്ക് കാണുന്നത്, അല്ലേ? പക്ഷെ നമ്മൾ പുറത്തേക്ക് കാണുമ്പോൾ എന്താ വിചാരിക്കുന്നത്? ആ ബൾബിന്, ആ പ്രകാശത്തിന് ആ നിറമെന്നാണ് കരുതുന്നത്. വാസ്തവത്തിൽ ആ പ്രകാശത്തിലെ നിറമല്ല, അതിൻ്റെ ആ മൂലകത്തിൻ്റെ, അതിന് ചുറ്റുമുള്ള മൂലകങ്ങളുടെ നിറത്തെയാണ് ശരിക്കും ചക്രകളുടെ നിറമായിട്ട് സങ്കല്പിച്ചിരിക്കുന്നത്. ആ നിറത്തിനും ചില പ്രത്യേകതകളുണ്ട്, അതിലേക്ക് നമുക്ക് വരാം. അതുപോലെ തന്നെ ഓരോ ചക്രാസിനും മന്ത്രങ്ങളുണ്ട്. ഈ മന്ത്രങ്ങളെ പൊതുവിൽ ബീജമന്ത്രങ്ങൾ എന്നാണ് പറയുന്നത്. ബീജമന്ത്രങ്ങൾ അതെല്ലാം നമ്മൾ വിശദമായിട്ട് മനസ്സിലാക്കും കേട്ടോ. പോകുന്ന ദിവസങ്ങളിൽ നിന്നല്ല, പോകുന്ന ദിവസങ്ങളിലെ ഓരോ ചക്രാസിനെ പറ്റിയും അതിൻ്റെ പ്രത്യേകതകളും അതിൻ്റെ നിറവും അതിൻ്റെ മന്ത്രവും എല്ലാം നമ്മൾ മനസ്സിലാക്കും. ഇന്നിപ്പോൾ പൊതുവായിട്ട് പറയുകയാണ്, ബീജമന്ത്രങ്ങൾ എന്നാണ് പറയുന്നത്. ഈ ബീജമന്ത്രങ്ങൾ എന്ന് പറയുന്നത് ഈ ചക്രങ്ങൾ കറങ്ങുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദങ്ങളുടെ ഒരു സംയോജനമാണ് ബീജമന്ത്രങ്ങൾ എന്ന് പറയുന്നത്. അതും അത്രമാത്രം സങ്കീർണമൊന്നുമല്ല. നിങ്ങൾക്കറിയാം, നമ്മളൊരു ഒരു ഫാൻ സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ അതെങ്ങനെയാ തിരിയുന്നത്? ഇങ്ങനെ സാധാരണ നോർമലി ഒരു ഫാൻ ഇങ്ങനെ ടക്ക് 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 എന്ന് തിരിഞ്ഞു തുടങ്ങി പിന്നെ എന്നുള്ളൊരു ഒച്ചയിലേക്ക് വരും, അല്ലെങ്കിൽ ഫൂ എന്നുള്ളൊരു ഒച്ചയിലേക്ക് വരും, അല്ലേ? അപ്പൊ ഈ ഒച്ച എന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ അതിന് 3 ലീഫ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ 4 ലീഫ് ഉണ്ടെങ്കിൽ, ഈ 4 ലീഫും തിരിയുമ്പോഴുള്ള ഒച്ചയുടെ സംയോജനമാണ് ഒരു ഫൈനൽ ഒച്ചയുടെ ഔട്ട്പുട്ടായിട്ട് കിട്ടുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഈ 4 ലീഫ്, ചിലപ്പോൾ ഓരോ ലീഫിനും പ്രത്യേകം പ്രത്യേകം ശബ്ദമായിരിക്കും ഉണ്ടാവുക. ഇനി മറ്റൊരു കാര്യം പറഞ്ഞു തരാം. ഒരു കുട്ടി ഒരു പാട്ട് പാടുകയാണ്, ആ ശബ്ദം നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. മറ്റൊരു കുട്ടിയും അതേ പാട്ട് പാടുകയാണ്, അപ്പോൾ മറ്റൊരു ടോണിലായിരിക്കും നമ്മൾ കേൾക്കുന്നത്. വേറൊരു കുട്ടിയും ഇതേ പാട്ട് പാടുന്നു, അപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള മറ്റൊരു ടോണിലായിരിക്കും കേൾക്കുന്നത്. ഇതുപോലെ 10 കുട്ടികൾ ഒരേ പാട്ട് പാടിയാൽ, ഒരേ വരികൾ പാടിയാൽ നമ്മൾ വ്യത്യസ്തങ്ങളായിട്ടുള്ള ടോണിലാണ് കേൾക്കുന്നത്. പക്ഷേ ഈ 10 കുട്ടികളും ചേർന്ന് ഒരുമിച്ച് പാടുകയാണെങ്കിലോ, ഒരു ഗ്രൂപ്പ് സോങ് പാടുകയാണെങ്കിലോ, ഈ 10 പേരുടെ ശബ്ദവും ചേർന്നിട്ട് ഈ 10 പേരുടേതുമല്ലാത്ത മറ്റൊരു ശബ്ദമാണ് കേൾക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ ചക്രാസിൻ്റെയും കറക്കം വരുന്നത്. അപ്പോൾ ഈ ശബ്ദത്തെയാണ്, ഈ തിരിയുമ്പോഴുണ്ടാകുന്ന ശബ്ദത്തെയാണ് മൂലമന്ത്രങ്ങൾ എന്ന് പറയുന്നത്. അവിടെയും മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഈ ഫാനിൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ അതിന് ഈ കറക്കം അനുസ്യൂതം നടന്നുകൊണ്ടിരിക്കുന്നതാണ്. പക്ഷേ ഇതിൻ്റെ തുടക്കത്തിലേക്ക് പോയാൽ, അതായത് ഫാൻ ഓൺ ചെയ്യുന്ന സമയത്ത് ഒരു തുടക്കം എന്തായാലും എല്ലാത്തിനും ഒരു തുടക്കം ഉണ്ടാകുമല്ലോ. അപ്പോൾ ഈ തുടക്കത്തിലേക്ക് പോകുമ്പോൾ ഉണ്ടാകുന്ന ആ ശബ്ദം പ്ലസ് പിന്നീട് ഉണ്ടാകുന്ന ഈ കോമൺ ആയിട്ടുള്ള ശബ്ദം, ഇത് രണ്ടും കൂടി ചേർന്നതാണ് മൂലമന്ത്രങ്ങൾ. ഒരു ഉദാഹരണത്തിന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പറയുകയാണ്, റൂട്ട് ചക്ര, മൂലാധാര ചക്രയുടെ മന്ത്രം എന്ന് പറയുന്നത് ലം ആണ്. ലം. അപ്പൊ അതിൽ ല എന്ന് പറയുന്നത് അതിൻ്റെ തുടക്കവും എന്ന് പറയുന്നത് അതിൻ്റെ കണ്ടിന്യൂഷനുമാണ്. ഇത് രണ്ടും കൂടി ചേർന്നിട്ടാണ് അതിൻ്റെ മൂലമന്ത്രമായിട്ട് സങ്കല്പിച്ചിരിക്കുന്നത്. ലം. അതുപോലെ ഓരോന്നിനും ഉണ്ട്, അതിലേക്ക് നമുക്ക് വരാം. അപ്പോൾ ഈ ചക്രാസ് കറങ്ങുന്നതിൻ്റെ ആ ഫ്രീക്വൻസി, അതിനെയാണ്, അതിലുണ്ടാകുന്ന ആ ശബ്ദം, അതിനെയാണ് നമ്മൾ മൂലമന്ത്രങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ ചക്രങ്ങൾക്കും പ്രത്യേകം പ്രത്യേകം ശബ്ദമുണ്ട് തീർച്ചയായിട്ടും. ഈ ശബ്ദങ്ങളെല്ലാം കൂടി ചേർന്നതാണ് ഹം എന്നുള്ള ശബ്ദം, അതായത് ഭ്രമരി അല്ലെങ്കിൽ പ്രപഞ്ചത്തിൻ്റെ ശബ്ദം. പ്രപഞ്ചത്തിൻ്റെ ഫ്രീക്വൻസി നമ്മൾ തുടക്കത്തിൽ മനസ്സിലാക്കി. ആ ശബ്ദമാണ് ഇതെല്ലാം കൂടി ഒന്നിച്ച് സ്പന്ദിക്കുമ്പോൾ കേൾക്കുന്നത്. ഇനി മറ്റൊരു കാര്യം കൂടിയുണ്ട്.
നമുക്ക് ഒരു അസ്വസ്ഥത സംഭവിക്കും. നേരത്തെ പറഞ്ഞു, നമ്മുടെ സന്തുലനാവസ്ഥയിൽ ശാരീരികമായിട്ടും മാനസികമായിട്ടും വൈകാരികവുമായിട്ടുമുള്ള ആത്മീയമായിട്ടുമൊക്കെയുള്ള സന്തുലനാവസ്ഥയിൽ നമ്മൾ പോകുമ്പോൾ, അല്ലെങ്കിൽ പോകണമെങ്കിൽ ഇത് ഈ ചക്രാസ് ഈ പ്രപഞ്ചത്തിൻ്റെ താളവുമായിട്ട് ലയനം പ്രാപിച്ചിട്ടുണ്ടായിരിക്കണം. അതായത് പ്രപഞ്ചത്തിൻ്റെ താളവും ഈ ചക്രാസ് തിരിയുമ്പോഴുള്ള താളവും ഒരേ വിധത്തിലായിരിക്കണം. അപ്പോൾ എന്തെങ്കിലും കാരണം കൊണ്ട്, അത് തമ്മിൽ കണക്റ്റഡ് ആണെങ്കിൽ തീർച്ചയായിട്ടും ഒരേ താളം തന്നെയായിരിക്കും. അത് നമ്മുടെ മൊബൈൽ ഫോണുമായിട്ട് കണക്റ്റ് ആയി വന്നാൽ നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ ബാറ്ററി ഒരു പ്രത്യേക വോൾട്ട് ഉണ്ട്, നിങ്ങളുടെ ചാർജർ ആ വോൾട്ട് ഉണ്ട്. വോൾട്ടേജിൻ്റെ കാര്യമൊക്കെ പറയുമ്പോൾ മനസ്സിലാവുന്നുണ്ടോ എന്തോ, എങ്കിലും അതേ വോൾട്ട് ഉണ്ട്. അപ്പം നിങ്ങളുടെ ഈ ഫോണിൻ്റെ ബാറ്ററി ഒന്ന് ഡൗൺ ആകുമ്പോൾ ഫോണിൻ്റെ പ്രവർത്തനങ്ങൾ കുഴപ്പമാവും അല്ലേ? അപ്പോൾ നമ്മൾ ചാർജർ കണക്ട് ചെയ്യും. ചാർജർ കണക്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ഇതിൻ്റെ രണ്ടിൻ്റെയും ചാർജറിൽ നിന്ന് വോൾട്ടേജ് ഇതിലേക്ക് വരും. അപ്പോൾ ബാറ്ററിയുടെയും ചാർജറിൻ്റെയും വോൾട്ടേജ് ഒരേമാതിരിയാകും. നമ്മുടെ ഫോൺ ഭംഗിയായിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങും. അപ്പോൾ എന്തെങ്കിലും കാരണം കൊണ്ട്, ലൂസ് കോണ്ടാക്ട് കൊണ്ടോ മറ്റെന്തെങ്കിലും കാരണം കൊണ്ട് ഇതിൻ്റെ കണക്ഷൻ ശരിയായിട്ടില്ല എങ്കിലോ നമ്മുടെ ബാറ്ററി ഒരിക്കലും ഈ ചാർജറിൻ്റെ വോൾട്ടേജുമായിട്ട് പവറുമായിട്ട് മാച്ച് ആകാൻ പോകുന്നില്ല. ഇത് നമ്മുടെ ഫോണിൻ്റെ കുറഞ്ഞു നിൽക്കും. ചാർജർ എന്ന് പറയുന്ന പ്രപഞ്ചം സ്വാഭാവികമായിട്ട് നോർമലായിരിക്കും. ഇതാ സംഭവിക്കുന്നത്. അതുപോലെ തന്നെ നമ്മളെ സംബന്ധിച്ച് എന്തെങ്കിലും കാരണമുണ്ട്, കാരണങ്ങളിലേക്ക് നമുക്ക് പിന്നാലെ വരാം, ഇന്ന് തന്നെ പിന്നാലെ വരാം. എന്തെങ്കിലും കാരണം കൊണ്ട് കൃത്യമായിട്ട് കണക്ഷൻ വന്നിട്ടില്ല എങ്കിൽ എന്ത് സംഭവിക്കും? നമ്മൾ ചാർജ് ആവില്ല. അപ്പോൾ നമ്മൾ ശാരീരികവും മാനസികവും വൈകാരികവും ആത്മീയവുമായിട്ട് ഡൗൺ ആയിക്കൊണ്ടേയിരിക്കുക. അപ്പം നിങ്ങളുടെ ഫോണിലേക്ക് വരുമോ? നിങ്ങളുടെ ഫോൺ ശരിക്കും ചാർജ് ആവുന്നില്ല. അപ്പം നമ്മൾ എന്താ ചെയ്യുന്നത്? ഒന്ന് പ്ലഗ് ഒന്ന് അനക്കി കൊടുക്കും, ഒന്ന് ചാർജറിൻ്റെ പോർട്ടോ ഒന്ന് അനക്കി കൊടുക്കും, ഇല്ലേ? ഒന്ന് അനക്കിയൊക്കെ നോക്കും. ഇതാ ചെയ്ത് അപ്പോൾ എവിടെയെങ്കിലും ലൂസ് കോണ്ടാക്ട് ഉണ്ടെങ്കിൽ ഇതങ്ങ് റൺ ചെയ്തോളും. ഒന്ന്. രണ്ട്, നിങ്ങളുടെ വാഹനം മുന്നോട്ടെടുക്കുമ്പോൾ ഇത് മുന്നോട്ട് പോകുന്നില്ല, ഒന്ന് സ്ട്രക്കായി നിൽക്കുന്നുണ്ട്, ഇല്ലേ? അപ്പോൾ എന്താ ചെയ്യുന്നത്? ആദ്യം കുറേ പേര് വന്നിട്ട് മുന്നോട്ടൊന്ന് തള്ളി നീക്കി കൊടുക്കുക. തള്ളി നീക്കുമ്പോൾ ചിലപ്പോൾ ഒന്ന് ആക്സിലേറ്റർ കൊടുത്താൽ അത് മുന്നോട്ടങ്ങ് പൊയ്ക്കോളും. അതുപോലെ നിങ്ങളുടെ ഫാൻ ഇടുന്ന സമയത്ത് ഫാൻ വർക്ക് ചെയ്യുന്നില്ല, സ്ട്രക്കായിരിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ എന്താ ചെയ്യുന്നത്? ഒന്ന് തട്ടിക്കറക്കി കൊടുക്കും, ഇല്ലേ? അതായത് അതിന് ആനുപാതികമായിട്ടുള്ള ഒരു ചലനം, ആനുപാതികമായിട്ടുള്ള ഫോഴ്സ് നമ്മൾ എക്സ്റ്റേണലി കൊടുക്കുമ്പോൾ അതങ്ങ് വർക്ക് ചെയ്യാൻ തുടങ്ങും. അത് ഏത് വിധത്തിലുള്ള പ്രവർത്തനമാണോ വേണ്ടത്, അതിന് ആനുപാതികമായിട്ടുള്ള ഒരു ഫോഴ്സ് നമ്മൾ എക്സ്റ്റേണലി കൊടുക്കുമ്പോൾ അത് വർക്ക് ചെയ്യാൻ തുടങ്ങും, അവിടെ എന്തെങ്കിലും സാധ്യതയുണ്ടെങ്കിൽ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചക്രാസിൻ്റെ പ്രവർത്തനം, അല്ലെങ്കിൽ അതിൻ്റെ ഈ കറക്കം ശരിയായ വിധത്തിൽ അല്ലാതെ വരുന്ന സമയത്ത് അതിൻ്റെ കറക്കത്തിന് ആനുപാതികമായ ഫ്രീക്വൻസിയിലുള്ള ഒരു ശബ്ദം നമ്മൾ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ, അതിനാണ് ഈ മൂലമന്ത്രങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്ന സമയത്ത് ഈ ചക്രാസ് അതിൻ്റെ ശരിക്കുള്ള പ്രവർത്തനത്തിലേക്ക് വരും. ഞാനത് പറഞ്ഞ് മനസ്സിലായോ? ആരെങ്കിലും ഒന്ന് പറയാമോ? ഞാൻ ഈ പറഞ്ഞ ക്ലിയർ ആയോ? കുറച്ച് സങ്കീർണമായിട്ടുള്ള ഒരു സംഗതിയാണ്. എന്തോ മനസ്സിലായി. മനസ്സിലായി. ഓക്കെ, മനസ്സിലായി. ഗുഡ്. അതായത് ഈ ചക്രാസ് കറങ്ങുന്നതാണെന്ന് നമ്മൾ മനസ്സിലാക്കി. ഈ കറക്കം നമ്മൾ ഈ ഫാൻ തട്ടിക്കറക്കുന്ന മാതിരി ഈ ചക്രത്തിന് തട്ടിക്കറക്കി കൊടുക്കാൻ പറ്റില്ല. പക്ഷെ നമ്മൾ അപ്പുറത്ത് ഒന്നുകൂടി മനസ്സിലാക്കി, ഈ ചക്രാസ് കറങ്ങുമ്പോൾ ഒരു പ്രത്യേക ഫ്രീക്വൻസിയിൽ വൈബ്രേഷൻ ഉണ്ടാകും, ശബ്ദം ഉണ്ടാകുമെന്ന് നമ്മൾ മനസ്സിലാക്കി. അപ്പൊ ഈ ശബ്ദം നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും, അല്ലേ? ശബ്ദം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും, ആ വൈബ്രേഷൻ സൃഷ്ടിച്ചു കൊടുക്കാൻ പറ്റും. അപ്പോൾ ഈ ശബ്ദത്തിലൂടെ ഉണ്ടാകുന്ന വൈബ്രേഷൻ ചക്രാസിനെ വീണ്ടും നാച്ചുറലായിട്ടുള്ള പൂർവ്വസ്ഥിതിയിൽ ഭ്രമണം ചെയ്യാനുള്ള ഒരു പ്രേരണ കൊടുക്കും. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. നിന്നു പോകുന്ന ഫാൻ തട്ടിക്കറക്കുന്നത് പോലെയോ നിന്നു പോകുന്ന വാഹനവും തള്ളി നീക്കുന്നത് പോലെയോ ഉള്ള വളരെ സിമ്പിളായിട്ടുള്ള ഒരു പ്രോസസ്സ്. അത്രയേ ഉള്ളൂ. അതാണ് ഇതിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത്. ചക്രങ്ങൾ വാസ്തവത്തിൽ ഒട്ടനവധി ചക്രങ്ങളെക്കുറിച്ച് പറയുന്നുണ്ടെങ്കിലും, വലുതും ചെറുതുമായിട്ടുള്ള ഒട്ടനവധി ചക്രാസിനെ കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ, നമ്മുടെ കൈവെള്ളയിലൊക്കെ ചക്രങ്ങൾ ഉണ്ടെന്നാണ് പറയുന്നത്. ഈ അനുഗ്രഹിക്കുമ്പോഴും ഹീൽ ചെയ്യുമ്പോഴും ഒക്കെ കൈവെള്ളയിലെ ചക്രങ്ങളൊക്കെയാണ് കൂടുതൽ ആക്റ്റീവ് ആകുന്നത്. ഹീലേഴ്സ് അതുകൊണ്ട് തന്നെയാണ് അതിന് ചില പ്രത്യേക വിധത്തിൽ കൂടുതൽ പവർഫുൾ ആക്കി വയ്ക്കും, കൂടുതൽ എനർജറ്റിക് ആക്കി വയ്ക്കും. പക്ഷേ നോർമലി നമ്മൾ നോർമലി പരിഗണിക്കുന്നത് 7 ചക്രങ്ങളെയാണ്. ഒരു ശരാശരി വ്യക്തി എനർജറ്റിക് ആയിട്ടിരിക്കാൻ 7 ചക്രങ്ങളെയാണ് പൊതുവിൽ പരിഗണിക്കുന്നത്.
ഈ ഓരോ ചക്രങ്ങളും പ്രപഞ്ചത്തിലെ ഓരോ മൂലകങ്ങളുമായിട്ടും അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലെ ഓരോ ഗ്രന്ഥികളുമായിട്ടും ബന്ധപ്പെട്ടിരിക്കുന്നുണ്ട്. അതില് 7 ചക്രങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് മൂലാധാരം, റൂട്ട് ചക്ര. റൂട്ട് ചക്ര അല്ലെങ്കിൽ മൂലാധാര ചക്ര എന്ന് പറയുമ്പോൾ അതിൻ്റെ മൂലകം എന്ന് പറയുന്നത് എർത്താണ്, ഭൂമിയാണ്, ഭൂമി. രണ്ടാമത്തത് സ്വാധിഷ്ഠാനം. സ്വാധിഷ്ഠാനം അതിൻ്റെ മൂലകം എന്ന് പറയുന്നത് വാട്ടറാണ്, വെള്ളമാണ്. മൂലാധാരം എർത്ത്, സ്വാധിഷ്ഠാനം വാട്ടർ. ഇനി അടുത്ത ചക്രം വരുന്നത് മണിപ്പൂരക, സോളാർ പ്ലക്സസ് എന്ന് പറയും. അതിൻ്റെ ഫയറാണ്, അഗ്നിയാണ്, അഗ്നി. അടുത്തത് വരുന്നത് അനാഹതാണ്. അനാഹത ഹാർട്ട് ചക്ര. ഹാർട്ട് ചക്രേൻ്റെ മൂലകം എന്ന് പറയുന്നത് എയർ ആണ്, വായു, വായു. അടുത്തത് വിശുദ്ധി, ത്രോട്ട് ചക്ര. വിശുദ്ധിയുടെ പറയുന്നത് ആകാശമാണ്, ആകാശം, ഓർ സ്പേസ് ഓർ ഈഥർ പറയും, ആകാശം. അടുത്തത് ആജ്ഞ. ആജ്ഞ തേർഡ് ഐ ചക്ര. തേർഡ് ഐ ചക്ര പൊതുവിൽ മനസ്സ് എന്നാണ് സങ്കല്പിച്ചിരിക്കുന്നത്, മൈൻഡ്. ഫൈനലി ഏഴാമത്തെ ചക്ര സഹസ്രാരം. സഹസ്രാരം എന്ന് പറയുന്നത് ക്രൗൺ ചക്ര. ഇവിടെയാണ് അതിൻ്റെ സ്ഥാനം. അത് കണക്റ്റ് ആയിരിക്കുന്നത് കോസ്മിക് കോൺഷ്യസ്, പ്രപഞ്ചബോധവുമായിട്ട് അല്ലെങ്കിൽ പ്രപഞ്ചവുമായിട്ടാണ് അത് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇനി ഇതിൽ തന്നെ മറ്റൊരു കാര്യം പറയുന്നത്, ആദ്യത്തെ 3 ചക്രങ്ങൾ മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപ്പൂരകം, ഇത് ഭൗതിക ലോകവുമായിട്ടുള്ള നമ്മുടെ ബന്ധത്തെ, അതുപോലെ തന്നെ ശാരീരികമായിട്ടുള്ള നിലനിൽപ്പിനെ ആണ് സ്വാധീനിക്കുന്നതും നിയന്ത്രിക്കുന്നതും. അനാഹത ചക്രം ഈ ഭൗതിക ചക്രങ്ങളെയും അതുപോലെ തന്നെ മുകളിലെ ആത്മീയ ചക്രങ്ങളെ, ആത്മീയ ചക്രം എന്ന് പറഞ്ഞാൽ മനസ്സ് ആൻഡ് പ്രപഞ്ചബോധം, ആത്മീയ ചക്രങ്ങളെയും തമ്മിൽ കണക്ട് ചെയ്യുന്നുണ്ട്. ഇതും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു പാലമായിട്ട്, ഒരു ബ്രിഡ്ജായിട്ടാണ് അനാഹത ചക്രം പ്രവർത്തിക്കുന്നത്. അതുപോലെ വിശുദ്ധി, ആജ്ഞ, സഹസ്രാരം, ഇതെല്ലാം നമ്മുടെ ഉയർന്ന ബോധതലം, ആത്മീയത, പ്രപഞ്ചവുമായിട്ടുള്ള സംയോജനം, പ്രപഞ്ചവുമായിട്ടുള്ള ബന്ധം, ഇതിനെയാണ് പ്രതിനിധീകരിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? പഞ്ചഭൂതങ്ങൾ പ്ലസ് മനസ്സ് പ്ലസ് പ്രപഞ്ചബോധം, ഇതിൻ്റെ ഇത്രയും സംയോജനമാണ് ഈ ചക്രാസിലൂടെ സംഭവിക്കുന്നത്. ഇതുവരെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലായോ? എന്തെങ്കിലും കൂടുതൽ അറിയേണ്ടതുണ്ടെങ്കിൽ ഒന്ന് ചോദിക്കാമോ? വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ, ഒരു വ്യക്തിയെ പ്രപഞ്ചവുമായിട്ട് ബന്ധിക്കുന്ന ചാലകങ്ങളെന്നോ അല്ലെങ്കിൽ ആൻറ്റിനാസ് എന്നോ ഒക്കെ വേണമെങ്കിൽ പറയാം. ആൻറ്റിനാസ് എന്നുള്ള വാക്ക് എനിക്ക് കുറച്ചുകൂടി നല്ലതായിട്ട് തോന്നുന്നു. അതായത് നമ്മുടെ ഇന്നത്തെ മൊബൈൽ ഫോണല്ല, പഴയ മൊബൈൽ ഫോണിൽ ഒരു ആന്റിന ഉണ്ടാകും അല്ലേ? അന്ന് സിഗ്നൽസ് കിട്ടാൻ ഇച്ചിരി പാടാണ്, കാരണം ഇന്നത്തെ മാതിരി ടവർ എല്ലായിടത്തും ഇല്ല. അപ്പോൾ സിഗ്നൽസ് നമുക്ക് തീരെ കിട്ടുന്നില്ലെങ്കിൽ ആന്റിനയെ ഒന്ന് ഒന്ന് തട്ടിയും ചിലപ്പോൾ ഒന്ന് കർച്ചീഫൊക്കെ എടുത്തിട്ട് ഒന്ന് തുടച്ചിട്ടൊക്കെ നോക്കും ഒന്ന്. അതുപോലെ തന്നെ പെട്ടെന്ന് ഓർമ്മ വരുന്നൊരു കാര്യം, പണ്ട് എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ വീട്ടിലൊരു വാൽവ് റേഡിയോ ഉണ്ടായിരുന്നു. വളരെ പണ്ടാണ് വാൽവ് റേഡിയോ. അപ്പോൾ കുറേ നാൾ കഴിയുമ്പോഴേക്കും ഈ വാൽവ് റേഡിയോ, ഈ റേഡിയോയുടെ ശബ്ദമൊക്കെ ഒന്ന് മോശമാകാൻ തുടങ്ങും. കുറച്ച് മോശം ശബ്ദം അല്ലെങ്കിൽ അത്ര ക്ലാരിറ്റി ഇല്ലാത്ത ശബ്ദമൊക്കെ ആയി തുടങ്ങും. അപ്പോൾ എന്തെന്ന് പറഞ്ഞാൽ ഇതിനൊരു ആൻറ്റിന ഉണ്ട്. ഇന്നത്തെ മാതിരിയുള്ള ഇങ്ങനെ വലിച്ചു നീട്ടുന്ന ആൻറ്റിനയല്ല. നിങ്ങൾ കുറച്ച് പേർക്കെങ്കിലും അറിയാൻ പറ്റുമായിരിക്കും. ഒരു നെറ്റ് മാതിരി ഇങ്ങനെ തൂക്കിയിടുന്ന ഒരു ആൻറ്റിന. തൂക്കിയിടുന്ന നീട്ടത്തിൽ വലിച്ചു കെട്ടിയിട്ടുണ്ടാവും. ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും ഒക്കെ? അങ്ങനത്തെ ആൻറ്റിന കണ്ടിട്ടുണ്ടോ? ഒരു നെറ്റ് മാതിരി, മീനൊക്കെ പിടിക്കുന്ന ഒരു വല മാതിരി ഇങ്ങനെ നീട്ടിയിട്ടുണ്ടാകും. അത് പുറത്ത് ഒരു സ്ഥലത്ത് കെട്ടിയിട്ടുണ്ടാവും. അപ്പോൾ അത് അതിൽ പോയിട്ട് പൊടിയൊക്കെ തട്ടി ഒന്ന് വൃത്തിയാക്കിയിട്ട്, കാരണം ഈ നെറ്റ് മാതിരി ഉള്ളത് കൊണ്ട് തന്നെ നിറയെ പൊടിയൊക്കെ ഉണ്ടാകും. അതൊക്കെ തട്ടി ഒന്ന് വൃത്തിയാക്കി കഴിഞ്ഞാൽ ഇത് കറക്റ്റായി. കാര്യം ഇത്രയേ ഉള്ളൂ. ഇതിൽ ഈ അഴുക്കും പൊടിയൊക്കെ പിടിക്കുന്ന സമയത്ത് അത് അതിൻ്റെ റിസപ്ഷൻ ഒന്ന് കുറഞ്ഞു പോകും, സ്വീകരണക്ഷമത കുറഞ്ഞു പോകും. ഇത് തന്നെയാണ് ചക്രാസിൻ്റെ കാര്യത്തിലും സംഭവിക്കുന്നത്. ഈ പ്രപഞ്ചവുമായിട്ടുള്ള കണക്ഷനിൽ, ബന്ധത്തിൽ ഈ ഊർജം സ്വീകരിക്കാനുള്ള കഴിവിൽ കുറവ് വന്നു പോകും. അപ്പോൾ വ്യക്തികളൊന്ന് ഡൗൺ ആകും. ഈ പ്രാണി ഹീലിംഗ്, റേക്കി തുടങ്ങിയ ചികിത്സാ രീതികളിലൊക്കെ ചെയ്യുന്നത് തന്നെയാണ്. അവിടുത്തെ കൺസെപ്റ്റും അതുപോലെ തന്നെ. ഞാൻ ഒരുപാട് ആഴത്തിൽ പഠിച്ചിട്ടില്ല, എങ്കിലും ഉള്ള അറിവ് വെച്ചിട്ട് പറയാൻ എന്തെങ്കിലും തെറ്റ് വന്നാൽ ക്ഷമിക്കുക.
അത് പറയുന്നത് എന്താന്ന് പറഞ്ഞാൽ വ്യക്തികൾ ഇതുപോലെ ശാരീരികവും മാനസികവും വൈകാരികവും ആത്മീയവും ഒക്കെ ആയിട്ടുള്ള അസ്വസ്ഥതകളിലൂടെ കടന്നു പോകുന്നതിന് കാരണം ഈ പറഞ്ഞ മാതിരി വേണ്ട വിധത്തിൽ ഊർജം ലഭിക്കാതിരിക്കുകയോ അല്ലെങ്കിൽ ഈ ഊർജ ശരീരത്തിലെ വിള്ളലുകൾ സംഭവിക്കുകയോ ഒക്കെ ചെയ്യുന്നു എന്നാണ്. അപ്പൊ ഈ ഹീൽ ചെയ്യുന്ന വ്യക്തി അദ്ദേഹം ഒരു ചാലകമായിട്ട് പ്രവർത്തിച്ചുകൊണ്ട് പ്രപഞ്ചത്തിൽ നിന്ന് ഈ പറയുന്ന എനർജിയെ സ്വീകരിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കൈപ്പത്തികളിലൂടെയൊക്കെ അല്ലെങ്കിൽ മറ്റ് രീതികളിൽ ചിലപ്പോൾ ചില ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഒക്കെ ഈ വ്യക്തിയുടെ ഊർജ്ജ ശരീരത്തെ അത് ഫീൽ ചെയ്യുന്നുണ്ട്. ഒന്ന് ഹീലിംഗ് പ്രോസസ്സിലൂടെ അതാണ് സംഭവിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ മെഡിറ്റേഷനിലൂടെ ധ്യാനാത്മകമായിട്ടുള്ള അവസ്ഥകളിലൂടെ കടന്നു പോകുമ്പോൾ ഇത് സ്വമേധയാ അങ്ങ് സംഭവിക്കും. തുടക്കത്തിൽ ഞാൻ പറഞ്ഞു, ഇത് നമ്മൾ ധ്യാനത്തിലൂടെ ഒന്നും പോയില്ലെങ്കിലും ഇത് സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നുണ്ട്. എപ്പോ? നമ്മൾ ഉറങ്ങുന്ന സമയത്ത് ഒന്ന്. രണ്ട്, വീണ്ടും കുറച്ചുകൂടി ഗംഭീരമായിട്ട് സംഭവിക്കും. എങ്ങനെ? എവിടെ ഉറങ്ങുന്ന സമയത്താ? ഓർമ്മയുണ്ടോ? തറയിൽ ഉറങ്ങും. തറയിൽ, നിലത്തുറങ്ങുന്ന സമയത്ത്. അതായത് ഭൂമിയുടെ ആ ഫ്രീക്വൻസി നേരിട്ട് നമുക്ക് എഫക്ട് ചെയ്യും. ഒരു ഫാസ്റ്റ് ചാർജറിൽ ചാർജ് ചെയ്യാൻ വെച്ചിരിക്കുന്ന മാതിരി ആയിക്കോളും. ഇപ്പോ നിയോഗവശാലെന്നോ എന്ത് വേണമെങ്കിലും പറയാം, ഇത് രണ്ടും പലർക്കും പോസിബിൾ അല്ല. ഒന്ന്, സമയത്തിന് ഉറങ്ങുന്നില്ല. രണ്ട്, നിലത്തുറങ്ങുന്നില്ല. ഇതാണ് സ്ഥിതി. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ധ്യാനാത്മകമായിട്ടുള്ള അവസ്ഥകളിലൂടെ കടന്നു പോകുമ്പോൾ ഇവിടെ പരിഹരിക്കപ്പെടും. ഇതൊക്കെ സംഭവിക്കാത്തത് കൊണ്ടുള്ള അസ്വസ്ഥതകൾ മെജോറിറ്റിക്കുമുണ്ട്. പുറമെ എന്തൊക്കെ കോട്ടും സ്യൂട്ടും ഒക്കെ ഇട്ട് നടന്നിട്ടുണ്ടെങ്കിലും ഉള്ളിൽ പലരും പുകഞ്ഞുകൊണ്ടിരിക്കുന്ന അഗ്നിപർവ്വതങ്ങളാണ്, നിങ്ങൾക്കറിയാം. അപ്പോൾ ആ പുകച്ചിലൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ധ്യാനാത്മകമായിട്ടുള്ള അവസ്ഥകളിൽ കുറച്ച് സമയം ചെലവിടുന്നത് തീർച്ചയായിട്ടും ഗുണഫലങ്ങൾ ഉണ്ടാക്കും. അപ്പോൾ നമ്മൾ ചക്രങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി, അവയുടെ സ്ഥാനം മനസ്സിലാക്കി, അതുപോലെ തന്നെ നിറത്തെക്കുറിച്ച് മനസ്സിലാക്കി, ഇങ്ങനെ കുറച്ചധികം കാര്യങ്ങൾ മനസ്സിലാക്കി. അതുപോലെ പറഞ്ഞു വന്ന കൂട്ടത്തിൽ പറഞ്ഞു, ഊർജം വിതരണം ചെയ്യുക. അത് പ്രപഞ്ച ബോധത്തിൽ നിന്നും അല്ലെങ്കിൽ പ്രാപഞ്ചിക ഊർജം ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കൃത്യമായിട്ട് എത്തിക്കുക എന്നുള്ളതാണ് ചക്രങ്ങളുടെ പ്രധാനമായിട്ടുള്ള ധർമ്മം. അതിൻ്റെ ഉദാഹരണം പറഞ്ഞു, മൊബൈലിൻ്റെ ആൻറ്റിന സിഗ്നൽ സ്വീകരിച്ചിട്ട് മൊബൈൽ ഫോണിലേക്ക് വേണ്ട വിധത്തിൽ കൊടുക്കുന്ന മാതിരി, അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ചക്രങ്ങളിൽ ഊർജം കൂടുകയോ കുറയുകയോ ഒക്കെ ചെയ്താൽ അത് തീർച്ചയായിട്ടും ഒരു അസന്തുലിതാവസ്ഥ, ഇംബാലൻസ് സൃഷ്ടിക്കും. ഇത് ശാരീരികവും മാനസികവും വൈകാരികവും ഒക്കെ ആയിട്ടുള്ള അസ്വസ്ഥതകൾക്ക് കാരണമാകും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ യോഗയിലൂടെയോ ധ്യാനത്തിലൂടെയോ മറ്റ് മാർഗങ്ങളിലൂടെയോ ഒക്കെ ചക്രങ്ങളെ സന്തുലിതമായിട്ട് നിലനിർത്തേണ്ടി വരുന്നതിൻ്റെ ആവശ്യകത എന്ന് പറയുന്നത്. ശാരീരികവും മാനസികവും വൈകാരികവുമായിട്ടുള്ള സന്തുലനാവസ്ഥയ്ക്കും ആരോഗ്യത്തിനും തീർച്ചയായിട്ടും അത് അത്യന്താപേക്ഷിതമാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും തോന്നിയേക്കാം, ശാരീരികവും മാനസികവും വൈകാരികവുമായിട്ടുള്ള ആരോഗ്യമല്ലേ? അപ്പോൾ അത് ഭൗതിക ജീവിതത്തിൽ, സ്വാഭാവികമായിട്ടുള്ള ജീവിതത്തിൽ അതിന് എത്രമാത്രം പ്രാധാന്യമുണ്ട് എന്നുള്ളത് നോക്കൂ. നമ്മളുടെ ശരീരം, ഒന്ന് ശാരീരികമായിട്ടുള്ള ആരോഗ്യത്തെ ഇത് ബാധിക്കുന്നുണ്ട്. രണ്ട്, നോക്കൂ, അതിൻ്റെ ഒരു ചെറിയ ഉദാഹരണം ഞാൻ പറഞ്ഞു തരാം. നമ്മൾ എത്രയൊക്കെ പോസിറ്റീവായിട്ടുള്ള വ്യക്തിയാണെങ്കിലും ശരീരം ഒന്ന് അസ്വസ്ഥമായി നോക്കട്ടെ, നിങ്ങളുടെ മനസ്സ് അസ്വസ്ഥമാകും. ഒന്ന്. അതുപോലെ തന്നെ മനസ്സ് ഒന്ന് അസ്വസ്ഥമായി നോക്കട്ടെ, ശരീരവും ഡൗൺ ആയി പോകും, അല്ലേ? ഇത് രണ്ടും പരസ്പരം കണക്റ്റഡ് ആണ്, പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ ചക്രാസിനും അതുപോലെ തന്നെ ഊർജത്തിൻ്റെ സന്തുലനത്തിനും അത്രമാത്രം പ്രാധാന്യം കൊടുക്കേണ്ടതിൻ്റെ ആവശ്യവും. അതുപോലെ തന്നെ അസന്തുലിതാവസ്ഥ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഫോൺ തന്നെ എടുത്തു നോക്ക്. നോർമലി ഇന്ന് വരുന്ന മിക്കവാറും ഫോണുകൾക്കെല്ലാം ബാറ്ററിക്ക് ഫുൾ ചാർജ് കട്ട് ഓഫ് ഉണ്ട്. പക്ഷെ എങ്കിൽ പോലും നിങ്ങൾക്കറിയാം, നിങ്ങളുടെയൊക്കെ ഫോണിൻ്റെ ബാറ്ററികൾ ചിലപ്പോൾ ഒരു പരിധി കഴിഞ്ഞാൽ ഒന്ന് വീർത്ത് വരുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ?
വീർത്ത് വരുന്നത്. ഈ വീർത്ത് വരുന്നതിന്റെ പ്രധാന കാരണങ്ങളിലൊന്ന് എന്താ അറിയാമോ? ഉം? അറിയില്ല? അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു നോക്കൂ. ഫോണിന്റെ ബാറ്ററി എന്തുകൊണ്ടാണ്? ഓവർ 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 ചാർജ് ചാർജിങ്. ഓവർ ഓവർ ചാർജ് ചാർജ്. യെസ്, എക്സാക്ട്ലി, ഓവർ ചാർജിങ്. അപ്പൊ ഫോൺ ചാർജ് ചെയ്തില്ലെങ്കിലും പ്രശ്നമാണ്, ഓവർ ചാർജ് ആയാലും പ്രശ്നമാണ്. ചാർജ് ചെയ്തില്ലെങ്കിലും പ്രശ്നമാണ്, ഓവർ ചാർജ് ചെയ്താലും പ്രശ്നമാണ്. നമ്മളെ ചക്ര മെഡിറ്റേഷന്റെ അനൗൺസ്മെന്റ് വന്നപ്പോൾ, ഗ്രൂപ്പ് തുടങ്ങിയപ്പോഴും, അതുപോലെ തന്നെ അതിന് മുൻപൊരു വെബിനാർ ഉണ്ടായിരുന്നു, നിങ്ങളിൽ കുറച്ച് പേർക്കെങ്കിലും അറിയായിരിക്കും. അപ്പോഴൊക്കെ ചില ആളുകൾ എന്നോട് ചോദിച്ചു, അതായത് ഓരോ ചക്രങ്ങളും ഓരോ ഗുണഗണങ്ങളെ ആശ്രയിച്ചിരിക്കുന്ന, അല്ലെങ്കിൽ ഓരോ ചക്രങ്ങൾ ആക്റ്റീവ് ആകുമ്പോൾ അതിനനുസരിച്ചുള്ള ഗുണഫലങ്ങൾ ഉണ്ടാകും. അപ്പോൾ ഇന്ന കാര്യമാണ് എനിക്ക് വേണ്ടത്, അതുകൊണ്ട് ആ ചക്ര മാത്രം ഞാൻ ആക്ടിവേറ്റ് ചെയ്താൽ പോരെ എന്ന് ചോദിച്ചു. അത് ആ ഒരു ചക്ര മാത്രമായിട്ട് ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇംബാലൻസിങ് സംഭവിക്കും. അവിടെ ഇംബാലൻസിങ് സംഭവിക്കും. നിങ്ങൾ പറയാണ് എനിക്ക് 3rd ഫ്ലോറിൽ താമസിക്കുന്നതാണ് ഇഷ്ടം, 3ാമത്തെ നിലയിൽ താമസിക്കുന്നതാണ് ഇഷ്ടം, എനിക്ക് ശുദ്ധവായു കിട്ടും, അതുപോലെ തന്നെ വലിയ ശബ്ദശല്യങ്ങളൊന്നുമില്ല, അപ്പോൾ അതുകൊണ്ട് എനിക്ക് വീട് വയ്ക്കുമ്പോൾ എനിക്ക് 3rd ഫ്ലോറിലാണ് താമസിക്കേണ്ടത്, അവിടെയാണ് എനിക്ക് എല്ലാ സൗകര്യങ്ങളും വേണ്ടത്. അപ്പോൾ ആ ഫ്ലോർ മാത്രം ഞാൻ നന്നായിട്ട് പണി കഴിപ്പിച്ചാൽ മതിയോ എന്ന് ചോദിക്കുകയാണ്. ആ ഫ്ലോർ മാത്രം നല്ല പവർഫുൾ ആക്കിയാൽ മതിയോ, സ്ട്രോങ് ആക്കിയാൽ മതിയോ എന്ന് ചോദിക്കുകയാണ്. എന്താണ് അതിന്റെ ഉത്തരം? മതിയോ? പോരാ. പോരാ. ബേസ്മെന്റ് മുതൽ, കാരണം ഇതിനെ വഹിക്കണ്ടേ, ഇതിനെ താങ്ങി നിർത്തുന്ന ആരാ? അതിന്റെ താഴെയുള്ള ആളുകളല്ലേ, അല്ലേ? ഒന്ന്. ഇനി പറയുകയാണ്, എനിക്കൊരു 7 നില എടുക്കണം, പക്ഷെ 3 നില വരെ ഞാൻ ഉപയോഗിക്കുള്ളൂ. അപ്പൊ അതുകൊണ്ട് അതിന്റെ മുകളിലത്തെ എങ്ങനെയെങ്കിലും ഒന്ന് ഉണ്ടാക്കിയാൽ പോരെ, വളരെ സ്ട്രെങ്ത് ഒന്നും നോക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോഴോ കുറച്ച് കഴിയുമ്പോൾ അതിടിഞ്ഞ് താഴേക്ക് വരാൻ തുടങ്ങും. അപ്പൊ നിങ്ങൾ താഴെയുള്ള നിലയിൽ കംഫർട്ടബിൾ ആയിരിക്കോ? അല്ല. അവിടെയാണ് ഈ സന്തുലനത്തിന്റെ ആവശ്യം. എല്ലാ ചക്രകളും ഒരേ വിധത്തിൽ സന്തുലനാവസ്ഥയിൽ നിർത്തേണ്ടതിന്റെ ആവശ്യം അതാണ്. ഓരോ ചക്രകളും ഓരോന്നിനെ പ്രതിനിധാനം ചെയ്യുന്നുണ്ട്, അത് അതിന്റെ ഗുണഫലങ്ങളെ കിട്ടുന്നുമുണ്ട്. അപ്പൊ അതതിനെ മാത്രം ആക്റ്റീവ് ആക്കിയാൽ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അത് മറ്റ് ചില അസ്വസ്ഥതകളിലേക്ക് നയിക്കും. ഈ ചെടികളൊക്കെ നോക്കൂ, അതിന് കൃത്യമായിട്ട് നിലനിൽപ്പിന് വെള്ളം, ആവശ്യത്തിന് വെള്ളം വേണം, അതുപോലെ തന്നെ സൂര്യപ്രകാശം വേണം. പക്ഷെ ഇതങ്ങ് കൂടിപ്പോയാലോ, ഫുൾ ടൈം വെള്ളത്തിൽ തന്നെ നിർത്തിയാൽ, അല്ലെങ്കിൽ ഫുൾ ടൈം വലിയ വെയിലിന്റെ ചുവട്ടിൽ സാധാരണ ചെടിയെ കൊണ്ട് നിർത്തിയാൽ, മനസ്സിലാവുന്നുണ്ടോ? വാടിപ്പോകും. വെള്ളം കൂടുതൽ ഒഴിച്ചാൽ അഴുകിയും പോകും. അപ്പോൾ അതാണ് ഈ സന്തുലനത്തിൻ്റെ അവസ്ഥ, സന്തുലനത്തിൻ്റെ പ്രാധാന്യം. കാരണം ഞാനിതെല്ലാം കൃത്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നതിൻ്റെ കാരണം എന്താന്ന് പറഞ്ഞാൽ, നമ്മളിനി മുന്നോട്ട് പോകുമ്പോൾ ഓരോ ചക്രാസും എന്തിനെയാണ് പ്രതിനിധാനം ചെയ്യുന്നത് എന്നും, അതുപോലെ തന്നെ അത് ചക്രാസ് ആക്റ്റീവ് ആവുന്നതിൻ്റെ ഗുണഫലങ്ങളെക്കുറിച്ച് മനസ്സിലാകും. അപ്പോൾ ചിലപ്പോൾ ആർക്കെങ്കിലുമൊക്കെ തോന്നും, എനിക്കിത് മാത്രം മതി, വേറൊന്നും വേണ്ട, അല്ലെങ്കിൽ ആത്മീയ വളർച്ചയൊന്നും എനിക്ക് വേണ്ട, ഞാൻ സന്യാസിയാകാനൊന്നും പോകുന്നില്ലല്ലോ, അപ്പോൾ എനിക്കിത് മാത്രം മതി, എനിക്ക് ബന്ധങ്ങളാണ് വേണ്ടത്, സ്നേഹമാണ് വേണ്ടത്, പണമാണ് വേണ്ടത്, അപ്പോൾ ഈ ചക്രാസ് മാത്രം ഞാൻ ആക്റ്റീവായിട്ട് നിർത്തിയാൽ മതി, എന്തിനാണ് വെറുതെ കുറേ സമയം കളയുന്നത് എന്ന് കരുതിയിട്ട് അവിടെ മാത്രം കുടുങ്ങിക്കിടന്നു പോകരുത്. അത് ഈ അസന്തുലനം സൃഷ്ടിക്കും. ആ ഗുണഫലങ്ങൾ കിട്ടിയേക്കാം, പക്ഷെ അതിന് നിലനിൽപ്പുണ്ടാകാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ്. ഇനി ചക്രാസിന്റെ വലിപ്പത്തെക്കുറിച്ച് പറയാം. വാസ്തവത്തില് നട്ടെല്ലിന്റെ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് തന്നെ ഈ ചക്രങ്ങളെല്ലാം അതിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന ആ വലിപ്പമേ ഉണ്ടാകൂ. മാത്രമല്ല, ഇതെല്ലാം ഏറെക്കുറെ ഒരേ വലിപ്പം തന്നെയാണ്. പക്ഷെ അവിടെയും പ്രാഥമികമായിട്ടുള്ള അന്വേഷണങ്ങൾ നടത്തിയിട്ടുള്ളവർക്ക് അറിയാം, നമ്മളുടെ കൺസെപ്റ്റ് അനുസരിച്ച്, അല്ലെങ്കിൽ ചിത്രങ്ങളൊക്കെ അനുസരിച്ചിട്ട് വലിപ്പത്തിലും ആകൃതിയിലുമൊക്കെ വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ആകൃതിൻ്റെ കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞു. അപ്പോൾ വലിപ്പം എന്ന് പറഞ്ഞാൽ അത് ഭൗതിക വലിപ്പമല്ല. ഭൗതിക വലിപ്പത്തെ വെച്ച് നോക്കിയാൽ അത് നിലനിൽക്കുന്ന ആ നട്ടെല്ലിൻ്റെ ഉള്ളിലെ ആ വലിപ്പമേ പാടുള്ളൂ, സാധ്യമാകൂ.
അപ്പൊ എങ്ങനെയാണ് ഇതിന്റെ വലിപ്പം വ്യത്യാസം നമ്മൾ മനസ്സിലാക്കുന്നത്, അല്ലെങ്കിൽ വലിപ്പ വ്യത്യാസം നമ്മൾ ചിത്രങ്ങളിലും മറ്റ് രീതികളിലും ഒക്കെ മനസ്സിലാക്കുന്നത്? അതിന്റെ കാരണം എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇതിൽ നിന്ന് പ്രവഹിക്കുന്ന ഊർജം, ഈ ഊർജത്തെയാണ് വാസ്തവത്തിൽ നമ്മൾ വലിപ്പമായിട്ട് കൺസിഡർ ചെയ്യുന്നത്. അതായത് നോക്കൂ, ഒരേ വലിപ്പത്തിലുള്ള ബൾബുകൾ ഉണ്ടെന്നിരിക്കട്ടെ, ഒരേ വലിപ്പമാണ് നമ്മളിത് കാണുമ്പോൾ. പക്ഷെ ചിലതിന് പ്രകാശം കൂടുതൽ, ചിലതിന് ചെറിയ പ്രകാശം, ചിലത് ചെറുതായിട്ട് തെളിയുന്നുള്ളൂ. അപ്പൊ ഈ ബൾബുകളെല്ലാം ഇങ്ങനെ വരി വരിയായിട്ട് വെച്ചിരിക്കുകയാണ്. നിങ്ങൾ ഇപ്പുറത്ത് മാറി നിന്ന്, അല്ലെങ്കിൽ കുറച്ച് ദൂരെ നിന്ന് മാറി നോക്കുമ്പോൾ ഏതാണ് വലുതായിട്ട് കാണുന്നത്, ഏതാണ് ചെറുതായിട്ട് നിങ്ങൾക്ക് അനുഭവപ്പെടുന്നത്? ഉം? നല്ല ബ്രൈറ്റ് ആയിട്ട് തെളിഞ്ഞിരിക്കുന്നത് നിങ്ങൾ കാണുമ്പോൾ അവിടെ വലിയൊരു ബൾബ് കത്തി നിൽക്കുന്നുണ്ട്. പ്രകാശം കുറഞ്ഞത് കാണുമ്പോൾ അവിടെ ചെറിയൊരു ബൾബ് കത്തി നിൽക്കുന്നുണ്ട്. ചിലപ്പോൾ ഒന്നിന് വളരെ ചെറിയ പ്രകാശമായിട്ടുണ്ട്, അങ്ങനെ മിനുങ്ങിയിരിക്കുന്നേ ഉണ്ടാവുള്ളൂ. അപ്പൊ നിങ്ങൾ പറയും ഒരു കുഞ്ഞു ബൾബ് അവിടെ കത്തിയിരിക്കുന്നുണ്ട്. പക്ഷെ വാസ്തവത്തിൽ ഇതിന്റെ വലിപ്പം എങ്ങനെയാ? എല്ലാത്തിനും ഒരേ വലിപ്പം തന്നെയാണ്. അതിൽ നിന്ന് പുറപ്പെടുവിക്കുന്ന ഊർജത്തിന്റെ വ്യതിയാനങ്ങൾ, ഏറ്റക്കുറച്ചിലുകൾ അനുസരിച്ചിട്ടാണ് നമുക്ക് ഈ പറയുന്നത് പോലെ ഈ വലിപ്പ വ്യത്യാസങ്ങൾ ഫീൽ ചെയ്യാനുള്ള കാരണം. അപ്പൊ നമ്മൾ ഇന്ന് മനസ്സിലാക്കിയത് പൊതുവിൽ ചക്രാസ് എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കി, അതുപോലെ തന്നെ അതിൻ്റെ നിറങ്ങളെ കുറിച്ച് മനസ്സിലാക്കി, നിറങ്ങൾ എങ്ങനെയാണ് അതിനെ കൺസിഡർ ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കി, അതുപോലെ തന്നെ അതിൻ്റെ വലിപ്പത്തെക്കുറിച്ച് മനസ്സിലാക്കി, ഷേപ്പിൻ്റെ കാരണങ്ങൾ കൊണ്ട് മനസ്സിലാക്കി, ഷേപ്പിൻ്റെ കാരണം എന്താണെന്നുള്ളത് മനസ്സിലാക്കി, അതുപോലെ എന്തുകൊണ്ട് ചക്രാസ് ബാലൻസ്ഡ് ആക്കി നിലനിർത്തണം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. പൊതുവായിട്ട് വരുന്ന കാര്യങ്ങളിൽ കൂടുതൽ എന്തെങ്കിലും ആർക്കെങ്കിലും അറിയേണ്ടതുണ്ടെങ്കിൽ ചോദിക്കാം. കൂടുതൽ എന്തെങ്കിലും അറിയേണ്ടതുണ്ടോ? ക്ലിയർ ആണോ? ക്ലിയർ ആണ്. താങ്ക് യു. താങ്ക് യു. സാറേ, അനാഹത ചക്രത്തിന്റെ മൂലകം ഏതായിരുന്നു? മനസ്സിലായില്ല. അനാഹത ചക്രം ഉണ്ടല്ലോ, അതിന്റെ മൂലകം. അനാഹത ചക്ര രണ്ടാമത്തെ സ്വാധിഷ്ഠാനമാണ്. അല്ല, സ്വാധിഷ്ഠാനാണെങ്കിൽ വാട്ടർ, അനാഹതയാണെങ്കിൽ എയർ. വായു. 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 അതന്നെയല്ലേ ചോദിച്ചത്? അതെ അതെ. ശരി. താങ്ക് യു സാർ. ഓക്കെ. മറ്റെന്തെങ്കിലും? ശരി. അതുപോലെ രണ്ട് കാര്യങ്ങൾ പറയേണ്ടതുണ്ട്. ഒന്ന്, നമ്മൾ ഗ്രൂപ്പിൽ ഗ്രാറ്റിറ്റ്യൂഡ് എഴുതിയിടാറുണ്ട്. അത് കഴിയുന്നിടത്തോളം എല്ലാവരും എഴുതണം. എഴുതുന്നത് മാത്രം പോരാ, മറ്റുള്ളവർ എഴുതിയിരിക്കുന്നത് വായിക്കുകയും കൂടെ വേണം. അതുകൂടി വായിക്കുന്ന സമയത്താണ് നമുക്ക് കൂടുതൽ നമ്മൾ എത്രമാത്രം ബ്ലെസ്ഡ് ആണ് എന്ന് മനസ്സിലാകുന്നത്. മാത്രമല്ല, എനിക്ക് വളരെ സന്തോഷം തോന്നാറുണ്ട്. ഞാൻ എല്ലാ മൈക്കുകളൊന്ന് മ്യൂട്ടാക്കി വെക്കുകയോ, അത് ശബ്ദം ഇങ്ങോട്ട് റിഫ്ലക്ട് ചെയ്ത് വരുന്നുണ്ട്. വളരെ സന്തോഷം തോന്നാറുണ്ട്. ഇതൊക്കെ വായിക്കുമ്പോൾ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ഓഡിയോ ബുക്കിലൂടെ പോകുന്ന ഒരു പ്രതീതിയാണ് പലപ്പോഴും കിട്ടുന്നത്. വളരെ ഇങ്ങനെ ഹൃദയം നിറയാറുണ്ട് പലപ്പോഴും. ഒന്ന്. അതുപോലെ തന്നെ മറ്റൊരു കാര്യമുണ്ട്. നമ്മുടെ പ്രപഞ്ച നിയമങ്ങളിലൊന്ന്, നമ്മൾ എന്താണോ പ്രപഞ്ചത്തിന് കൊടുക്കുന്നത് അതിനനുസരിച്ചിട്ടായിരിക്കും നമുക്ക് തിരികെ കിട്ടുന്നത്. അപ്പൊ നമുക്ക് ധാരാളം കിട്ടണമെങ്കിൽ നമ്മൾ ധാരാളം അങ്ങോട്ട് കൊടുക്കണം. അതും പറയാറുണ്ട്. പ്രപഞ്ച നിയമങ്ങളെ കുറിച്ച് പറയുമ്പോൾ പറയാറുണ്ട്, നമ്മൾ കൊടുക്കുന്ന സേവനങ്ങൾക്ക്, അതുപോലെ തന്നെ നമ്മൾ കൊടുക്കുന്ന മൂല്യങ്ങൾക്ക് പ്രപഞ്ചം നമുക്ക് തരുന്ന പ്രതിഫലമാണ് സമ്പത്ത് എന്നുള്ളത്. അപ്പൊ നമ്മൾ എത്രമാത്രം മൂല്യം പ്രപഞ്ചത്തിന് കൊടുക്കുമോ അത്രമാത്രം സമ്പത്താണെങ്കിൽ, സമ്പത്ത് എന്ന് പറഞ്ഞാൽ പണം മാത്രമല്ല, തുടക്കത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ അറിവുകളും ബന്ധങ്ങളും ആരോഗ്യവും തുടങ്ങി എല്ലാം അതിൽ പെടുന്നുണ്ട്. അത് നമുക്ക് ഇങ്ങോട്ട് തിരികെ കിട്ടും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മളെ ഗ്രാറ്റിറ്റ്യൂഡ് എഴുതിയിടുന്നതിൽ തന്നെ പലരും തമ്പ് കൊടുക്കാറുണ്ട്, അതുപോലെ തന്നെ ഹാർട്ട് കൊടുക്കാറുണ്ട്, അതുപോലെ പലതും കൊടുക്കാറുണ്ട്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ശ്രദ്ധിച്ചിട്ടില്ലേ? ഞാൻ എല്ലാത്തിനും ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാറുണ്ട്, അതുപോലെ പലരും മാർക്ക് ചെയ്തും കാണിട്ടുണ്ട്. ഇതിൽ ഏറ്റവും അധികം സ്കോർ ചെയ്യപ്പെടുന്നത്, ഏറ്റവും അധികം തമ്പാണെങ്കിലും ഹാർട്ട് ആണെങ്കിലും കിട്ടുന്നത്, സ്കോർ ചെയ്യുന്നത് ഏത് വിധത്തിലുള്ള റൈറ്റപ്പുകളാണെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്റെ ചോദ്യം മനസ്സിലായോ? ഒന്ന് പറയൂ. എന്റെ ചോദ്യം മനസ്സിലായെങ്കിൽ ഒന്ന് പറയൂ. ചോദ്യം മനസ്സിലായി, പക്ഷെ അത് ശ്രദ്ധിച്ചിട്ടില്ല. അത് ശ്രദ്ധിക്കണം. നമ്മളെ കണ്ണും കാതും എല്ലാം തുറന്നു വെക്കണം, ചുറ്റുപാടുകളിൽ തുറന്നു വെക്കണം.
ശ്രദ്ധിച്ചിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറയൂ. ഉം? ആരും ശ്രദ്ധിച്ചു? അനുഭവങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ ഉള്ള ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ്, ആ അതുമായിട്ട് ഗ്രാറ്റിറ്റ്യൂഡ്. ബന്ധപ്പെട്ടുള്ള ഗ്രാറ്റിറ്റ്യൂഡ് ആണ് ആ കൂടുതൽ നമ്മുടെ മനസ്സിലേക്ക് അതേ ഒരു വികാരം കൂടുതലായിട്ട് അത് ഉണ്ടാക്കിയതായിട്ട് തോന്നുന്നു. മനസ്സിലായി. അതേക്കുറിച്ചല്ല ഞാൻ പറഞ്ഞത്. അത് ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. നമ്മൾ സാധാരണ ഓരോരുത്തരും ഷെയർ ചെയ്യുന്ന അനുഭവങ്ങളുടെ ചുവട്ടിൽ നമ്മൾ ചിലപ്പോൾ തമ്പ് കൊടുക്കും, അതുപോലെ ചിലപ്പോൾ ഹാർട്ട് ഷേപ്പ് കൊടുക്കും, ഞാൻ ചിലതിന് ട്രോഫി കൊടുക്കാറുണ്ട്. അങ്ങനെയൊക്കെ ചെയ്യാറില്ലേ? മനസ്സിലായോ? അത് ഏറ്റവും അധികം സ്കോർ ചെയ്യുന്ന, ഏറ്റവും അധികം തമ്പും ഹാർട്ടും ട്രോഫിയും ഒക്കെ കിട്ടുന്നത് ഏത് വിധത്തിലുള്ള എഴുത്തുകൾക്കാണ്, ഏത് വിധത്തിലുള്ള പങ്കുവെക്കലുകൾക്കാണ് എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇപ്പൊ മനസ്സിലായോ? എന്റെ ചോദ്യം മനസ്സിലായോ? ഹലോ, സ്നേഹത്തിനും സന്തോഷത്തിനും ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നതിനാണോ? എങ്ങനെ ഒന്നുകൂടി പറഞ്ഞോളൂ. ഓരോ സ്നേഹത്തിനും സന്തോഷത്തിനും ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നതിനാണോ ചോദിച്ചത്? സ്നേഹത്തിനും സന്തോഷത്തിനും പറയുന്നത് ശ്രദ്ധിച്ചിട്ടില്ല. തന്നെയാണ്, പക്ഷെ ഒന്നുകൂടി ഉണ്ട്, ഒരു കൂട്ടിച്ചേർക്കലൂടെ വേണം. പ്രപഞ്ചത്തിനോട് ഉള്ളിൽ പറയും. തട്ടി നമ്മുടെ മനസ്സിൽ തട്ടിയുള്ള കാര്യങ്ങള് മനസ്സിൽ തട്ടിയുള്ളത് ഇനിയുമുണ്ട്. നല്ലൊരു ആശയമാണല്ലോ എന്ന്. നല്ലൊരു ഭക്ഷണം ആശയമാണ്, കഴിച്ചതിന് എല്ലാം പറയാറുണ്ട്. അതൊക്കെ ഉണ്ട്. ഭക്ഷണം അതായത് കഴിച്ചത്. കാര്യം ഇത്രയേ ഉള്ളൂ, നമുക്ക് ഒരുപാട് സമയമില്ലാത്തതുകൊണ്ടാണ് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് വരേണ്ട. ആത്മീയമായി അതായത് വളരെ പ്രപഞ്ചത്തിൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഹൃദയം തൊട്ട് പറഞ്ഞിരിക്കുന്നതിനാണ് കൂടുതൽ സ്കോർ കിട്ടുന്നത്. കണ്ടിട്ടുണ്ടോ? അത് രണ്ടുപേരും ശ്രദ്ധിച്ചിട്ടില്ല. എഴുതിയിരുന്നതിനാണോ? അല്ല അല്ലല്ല. അല്ല. ഇപ്പൊ മനസ്സിലായി ഞാൻ എന്താ ഉദ്ദേശിച്ചതെന്ന് മനസ്സിലായോ? ഉം. ആ നമ്മൾ മനസ്സിലായി, വളരെ മനസ്സിലായി. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അനുഭവം ഹൃദയം തൊട്ട് എഴുതിയിടുന്നതിനാണ് കൂടുതൽ കിട്ടുന്നത്. ഞാൻ ഇടയ്ക്ക് നോക്കിയപ്പോൾ ബിന്ദു ടീച്ചർ എഴുതിയിട്ടുന്ന ഏതോന്നിന് ഒരുപാട് പേര് തമ്പും ഹാർട്ടും ഒക്കെ കൊടുത്തിരിക്കുന്നു. ഒരുപാട് സന്തോഷം തോന്നി. ആക്ച്വലി നമ്മൾ എന്താണോ അങ്ങോട്ട് കൊടുക്കുന്നത്, ഇത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. നിങ്ങൾ ചിലപ്പോൾ വിചാരിക്കുന്നുണ്ടാകും ഒരു വാട്സപ്പ് ഗ്രൂപ്പ് അല്ലേ, അവിടെ എഴുതിയിട്ടാൽ എന്താ ഇല്ലെങ്കിൽ എന്ത്. ഇത് നമ്മുടെ പ്രാക്ടീസാണ്. വാസ്തവത്തിൽ ഇത് പ്രാക്ടീസാണ്. ഇവിടുന്ന് അങ്ങോട്ട് മുന്നോട്ട് പോകാൻ ഇത് ബേസിക് പ്രാക്ടീസായിട്ട് മാത്രം കണ്ടാൽ മതി. ബേസിക് പ്രാക്ടീസ്. നമ്മൾ നന്ദി പറയാൻ ശീലിച്ചു. ഇപ്പം നമ്മൾ മനഃപൂർവ്വം പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുന്നത് പോലെയാണ് ഇപ്പം ചെയ്യുന്നത്. പിന്നീട് നമ്മുടെ ശീലമാകും. സ്വഭാവം വ്യക്തിത്വം രൂപപ്പെടുന്ന എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ആദ്യം ചിന്തകൾ വരും, അത് വാക്കുകളാകും, പ്രവൃത്തികളാകും, ശീലമാകും, സ്വഭാവമാകും, വ്യക്തിത്വമാകും. ഇതാണ് നിങ്ങളുടെ വിധിയെ അല്ലെങ്കിൽ ഭാവിയെ തീരുമാനിക്കുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള ഒരു പരിശീലനം. നിങ്ങൾ പരീക്ഷയ്ക്ക് കാണാതെ പഠിക്കുന്നത് പോലെ അല്ലെങ്കിൽ എഴുതി എഴുതി പഠിക്കുന്നത് പോലെ മാത്രം കൂട്ടിയാൽ മതി. പിന്നീട് ഇത് നമ്മളിൽ അങ്ങ് അലിഞ്ഞു ചേരും, സ്വമേധയാ അങ്ങ് വന്നോളും. ഇന്ന് നിങ്ങളൊരു ഓട്ടോയിൽ നിന്ന് ഇറങ്ങുന്ന സമയത്തോ ഓട്ടോയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി പൈസയെ കൊടുത്ത് പോകുന്ന സമയത്തായിരിക്കും ഓർക്കുക, അയ്യോ സാറ് താങ്ക് യു പറയാൻ പറഞ്ഞു. അപ്പോൾ പെട്ടെന്ന് തിരിഞ്ഞെന്ന് ഒരു താങ്ക് യു പറയും. ഓട്ടോറിക്ഷക്കാരൻ എന്താ, അല്ല താങ്ക് യു പറഞ്ഞതാണ്, ഓ ശരി. പക്ഷെ പിന്നീട് ഇത് ബ്ലഡിൽ അലിഞ്ഞു ചേർന്ന പോലെയാവും. നിങ്ങൾക്കിത് പറയാതിരിക്കാനാവില്ല. ഇതാ സ്ഥിതി. അതെ. പണ്ട് കുഞ്ഞായിരുന്ന സമയത്ത് അമ്മ പിടിച്ചു നിർത്തി പല്ല് ചെയ്യിപ്പിച്ചിട്ടില്ലേ? അന്ന് കരഞ്ഞിട്ടില്ലേ? ഇതെനിക്കൊന്നും ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട് തേക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അന്ന് ചെയ്തിട്ടില്ലേ? പക്ഷെ ഇന്നോ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി. അതുപോലെ തന്നെ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ കുറച്ച് ടെക്നിക്കുകളോ ട്രിക്കുകളോ ഉപയോഗിച്ചു കൊണ്ടുള്ള എളുപ്പമാർഗങ്ങളല്ല. എളുപ്പമാർഗത്തിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് അങ്ങനെ തന്നെ ആ വഴിക്ക് പോയി പോകും. അതുകൊണ്ടാണ് പലരും പറയുന്നത്, ഞാൻ ലോ ഓഫ് അട്രാക്ഷൻ ക്ലാസ്സിന് ചേർന്നു, പരിശീലിച്ചു, എനിക്ക് ഇന്നതൊക്കെ കിട്ടിയിരുന്നു, പക്ഷെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴേക്കും അത് പോയി. അതിൻ്റെ കാരണം എന്താന്ന് പറഞ്ഞാൽ ട്രിക്കുകളിലൂടെ, തന്ത്രങ്ങളിലൂടെ നേടിയത് കുതന്ത്രങ്ങളിലൂടെ പോയി. ഇതാ സംഭവിക്കുന്നത്. അത് ശരിക്കും ഒരു നാച്ചുറൽ പ്രോസസ്സാണ്. ഒരു സ്വതസിദ്ധമായിട്ടുള്ള ഒരു മൊട്ട് വിരിഞ്ഞ് ഭംഗിയുള്ള ഒരു പൂ വിടർന്നു വരുന്നത് പോലെ അങ്ങനെ വരണം. അത് സംഭവിക്കും. അതവിടെ കാലാകാലം ഉണ്ടാകും. അതിനു വേണ്ടിയിട്ടുള്ള പരിശീലനമാവണം നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ഗ്രാറ്റിറ്റ്യൂഡ് പരമാവധി ഹൃദയം തുറന്നെഴുതണം. ഇന്നലെയോ മെനിഞ്ഞാന്നോ രചിത എഴുതി കണ്ടു, മറ്റൊരാളുടെ അനുഭവം കണ്ടപ്പോൾ നമ്മൾ ഓരോരുത്തരും എത്രമാത്രം ബ്ലെസ്ഡ് ആണെന്നുള്ളൊരു തിരിച്ചറിവ് മനസ്സിലാവുന്നുണ്ടോ? അത് അദ്ദേഹം എഴുതിയിടുന്ന കാണുമ്പോൾ അത് അദ്ദേഹം നേരിട്ട് അവിടെ അറിഞ്ഞതാണ്. ഇത് നമുക്ക് ചിന്തിക്കാനുള്ള ഒരു അവസരം കൂടിയാണ്. നമ്മൾ നേരിട്ടറിയണ്ട, ചിന്തിക്കാം. അങ്ങനെയും വ്യക്തികളുണ്ട്, അങ്ങനത്തെ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്ന ആളുകളുമുണ്ട്. അപ്പം നമ്മളെല്ലാവരും എത്രമാത്രം ബ്ലെസ്ഡ് ആണെന്ന് തിരിച്ചറിയാനുള്ള ഒരു അവസരം കൂടിയാണ്. അതുകൊണ്ടാണ് അത് എഴുതണമെന്നും ഈ എഴുതിയിരിക്കുന്നത് വായിക്കണമെന്നും പറയുന്നത്. നമ്മൾ ഒരുപാട് പുസ്തകങ്ങൾ വായിക്കുന്നില്ല. പുസ്തകങ്ങൾ വായിക്കേണ്ടെന്നല്ല പറഞ്ഞത്, പുസ്തകങ്ങൾ വായിക്കണം. അതിലപ്പുറം ഏതോ കാലഘട്ടത്തിൽ എവിടെയോ ഉള്ള ആരൊക്കെയോ എഴുതിയ പുസ്തകങ്ങൾ വായിക്കുന്നത് പോലെ തന്നെ, അല്ലെങ്കിൽ അതിനേക്കാൾ എനിക്ക് തോന്നുന്നു ഒരു പടി നമ്മൾ അറിയുന്ന, നമ്മളോടൊപ്പമുള്ള, നമ്മുടെ നാട്ടിൽ നമ്മളോടൊപ്പം ജീവിക്കുന്ന വ്യക്തികൾ എഴുതിയിരിക്കുന്ന അനുഭവങ്ങൾ.
ലൈവാണ്, കാലഘട്ടത്തിലുള്ളതാണ്. അതുകൊണ്ടാണ് പറയുന്നത്. ഓക്കെ, ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം, നമ്മുടെ സമയമായി വരുന്നുണ്ട്. അതായത് മധുരം കഴിയുന്നിടത്തോളം മാറ്റി നിർത്താൻ പറഞ്ഞു. മെജോറിറ്റിയും അതനുസരിച്ച് തന്നെ മുന്നോട്ട് പോകുന്നു. ഞാനും തീർച്ചയായിട്ടും അത് ഫോളോ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഒരു ദിവസത്തിൽ ഒഴികെ, ഒരു ദിവസം ഒരല്പം മധുരം കഴിക്കേണ്ടതായിട്ട് വന്നു. അതൊഴികെ മറ്റെല്ലാ ദിവസങ്ങളിലും കൃത്യമായിട്ട് അത് ഫോളോ ചെയ്തിട്ടുണ്ട്. കഴിയുന്നിടത്തോളം എല്ലാവരും ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ മറ്റൊന്ന് ഉപേക്ഷിക്കാനെന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് എന്താന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് അനാവശ്യമെന്ന് തോന്നുന്ന അല്ലെങ്കിൽ അത്രയും പ്രാധാന്യമില്ലാത്ത ഒരു 2 വാട്സപ്പ് ഗ്രൂപ്പുകളൊന്ന് ലീവ് ചെയ്തേക്കുക. മനസ്സിലാവുന്നുണ്ടോ? നമ്മുടെ സമയം കൊല്ലുന്ന, അതുപോലെ തന്നെ നമ്മളിലേക്ക് കുറേയൊക്കെ നെഗറ്റീവ്സ് ഇടിച്ചു കയറ്റുന്നതിൽ ഈ വാട്സപ്പ് ഗ്രൂപ്പുകൾക്ക് പ്രാധാന്യമുണ്ട്. ഞാൻ പറയുന്നത് പരമാവധി നിങ്ങൾക്ക് ഉചിതമല്ല എന്ന് തോന്നുന്ന, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമില്ല എന്ന് തോന്നുന്ന പരമാവധി വാട്സപ്പ് ഗ്രൂപ്പുകളൊന്ന് ലീവ് ചെയ്തേക്കുക. അതാണ് പറയുന്നത്. അത്യാവശ്യമുള്ളത് മാത്രം നിലനിർത്തി മറ്റുള്ളവരിൽ നിന്ന് എല്ലാം ലീവ് ചെയ്തേക്കുക. നിങ്ങളുടെ ഫോണിനെയും സംരക്ഷിക്കും കേട്ടോ, നിങ്ങളെ മാത്രമല്ല. കാരണം ഫോണിൻ്റെ കാര്യം പറയുമ്പോഴേ നിങ്ങൾ കുറച്ചുകൂടി ആക്റ്റീവ് ആകുമെന്നാണ് എനിക്കറിയാം. അതുകൊണ്ടാണ് അത് പറയുന്നത്. അപ്പോൾ എങ്ങനെയായാലും നമ്മൾ നന്നായാൽ മതി, കൺസെപ്റ്റ് എന്തും ആയിക്കോട്ടെ. അപ്പോൾ ഫോണ് നന്നായ മനുഷ്യൻ നന്നാവും എന്ന് പറയുന്ന പുതിയ ഇത് മാതിരി. എനിവേ, അപ്പോൾ 2 വാട്സപ്പ് ഗ്രൂപ്പുകളിലൊന്ന് ലീവ് ചെയ്തേക്കുക. അതിന് പ്രൂഫൊന്നും തരണ്ട, സ്വയം അങ്ങ് ചെയ്താൽ മതി, അവരവരെ തന്നെ ബോധ്യപ്പെടുത്തിയാൽ മതി. അതിൻ്റെ സ്ക്രീൻഷോട്ടൊന്നും എടുത്ത് ഗ്രൂപ്പിലിടുകയൊന്നും വേണ്ട. അപ്പോൾ പരമാവധി വാട്സപ്പ് ഗ്രൂപ്പുകളിലൊന്ന് ലീവ് ചെയ്യുക. മിനിമം 2 എണ്ണത്തിലൊന്നെങ്കിൽ, ചിലപ്പോൾ വളരെ അങ്ങനെ മാത്രം ഇങ്ങനെ ഫിൽട്ടർ ചെയ്ത് വെച്ചിട്ടുള്ള ആളുകൾ ഉണ്ടാകും. ഇറ്റ്സ് ഓക്കെ, നോ പ്രോബ്ലം, അത് മതി. അങ്ങനെയാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾ ലീവ് ചെയ്യേണ്ട. അതല്ലെങ്കിൽ മിനിമം 2 വാട്സപ്പ് ഗ്രൂപ്പുകളിലൊന്ന് ലീവ് ചെയ്യാം. ഓക്കെ, കൂടുതൽ എന്തെങ്കിലും ചോദിക്കേണ്ടതുണ്ടോ, ചോദിക്കാനോ പറയാനോ ഉണ്ടോ? ക്ലിയർ ആണ്. താങ്ക് യു. താങ്ക് യു. അപ്പോൾ നമ്മൾ ഇന്നൊരു ഭ്രമരി പ്രാണായാമം ചെയ്തിട്ട് നമുക്ക് ഇന്നത്തേക്ക് അവസാനിപ്പിക്കാം. ഭ്രമരി പ്രാണായാമം എന്താണെന്നറിയാം, എങ്കിലും ഒന്നുകൂടി തൽക്കാലത്തേക്ക് പറയുകയാണ്. നമ്മുടെ ഈ 2 പെരുവിരലെടുത്തിട്ട് ഇങ്ങനെ ചെവികൾ അടച്ചു വയ്ക്കുക. ഇപ്പം അടച്ചു വയ്ക്കരുത്, അടച്ചു വെച്ചാൽ ഞാൻ പറയുന്നത് കേൾക്കില്ല നിങ്ങൾ. പിന്നെ അടച്ചു വെക്കുക. അതുപോലെ ഈ 2 വിരൽ, ചൂണ്ടുവിരലും നടുവിരലും വെച്ചിട്ട് പതിയെ കണ്ണിൻ്റെ മുകളിൽ വയ്ക്കുക. അത് അമർത്തൊന്നും വേണ്ട, മെല്ലെ കണ്ണിൻ്റെ മുകളിൽ വയ്ക്കുക. അതിനുശേഷം ദീർഘമായിട്ട് കണ്ണുകൾ അടച്ചിട്ട് ദീർഘമായിട്ടൊരു ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. എന്നിട്ട് അത് പുറത്തേക്ക് വിടുമ്പോൾ അങ്ങനെ ഈ ഒരു ശബ്ദമുണ്ടാക്കുക. ഈ ശബ്ദമുണ്ടാക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ എല്ലാ ചക്രങ്ങളും, നട്ടെല്ലിൻ്റെ അടിഭാഗം തുടങ്ങി മൂലാധാരം തുടങ്ങി സഹസ്രാര വരെ ആ വൈബ്രേഷൻ ഇങ്ങനെ വരണം. ഈ വിധത്തിൽ 5 പ്രാവശ്യം ചെയ്യുക. ശരിക്കും നമ്മൾ ഈ ശംഖൂതുന്നില്ലേ, ശംഖൂതുന്നതിൻ്റെ എല്ലാം അടിസ്ഥാനം ഇതാണ്. ഇപ്പോൾ ഇതൊന്നും അറിയാതെ പലരും ഇങ്ങനെ ചറപറാവുന്നുണ്ട്, അതിൻ്റെ അല്ല ഞാൻ പറയുന്നത്. ശരിക്കും ഈ ഒരു വൈബ്രേഷൻ ഉണ്ടാക്കിയെടുക്കുക തന്നെയാണ് അതിലൂടെ എല്ലാം സംഭവിക്കേണ്ടതും. അത് അറിഞ്ഞ് ചെയ്യണം. എന്തിനാണ് ഇത് ചെയ്യുന്നത്, ഇതിൻ്റെ തുടക്കത്തിൽ പറഞ്ഞില്ല, ഇതിൻ്റെ സയൻസ് കൂടി അറിഞ്ഞിട്ട് ചെയ്താൽ കൂടുതൽ ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ്. അപ്പം നമുക്ക് തുടങ്ങാം. കംഫർട്ടബിൾ ആയിട്ടിരിക്കുക, നട്ടെല്ല് നിവർന്നിരിക്കുക. 5 പ്രാവശ്യം ചെയ്തിട്ട് സാധാരണ അവസ്ഥയിലേക്ക് വരാം. അപ്പൊ തുടങ്ങല്ലേ. ശബ്ദം കേൾക്കണം കേട്ടോ. മൈക്കുകൾ മ്യൂട്ട് മാറ്റിക്കോളൂ, ശബ്ദം മുഴങ്ങട്ടെ. എല്ലാവരും മൈക്ക് മ്യൂട്ട് മാറ്റിക്കോളൂ, ശബ്ദം മുഴങ്ങട്ടെ.
ശരി, കഴിഞ്ഞെങ്കിൽ പൂർവ്വസ്ഥിതിയിലേക്ക് വരാം. ആവട്ടെ. അപ്പോ ഇന്നത്തെ ദിവസം എല്ലാവർക്കും വളരെ സമൃദ്ധവും സന്തോഷപൂർണമാവട്ടെ. ഇത്രയും സമയം വളരെ ക്ഷമയോടുകൂടി വളരെ സന്തോഷത്തോടും സ്നേഹത്തോടും കൂടി എന്നെ കേട്ടിരുന്നതിന് എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുകയാണ്. അതോടൊപ്പം അറിവ് പകർന്നു തരുന്ന എല്ലാ ഗുരുനാഥന്മാരുടെയും പാതാരബിന്ദങ്ങളിൽ പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് പ്രപഞ്ചബോധത്തിന് മുന്നിൽ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് മറ്റൊരിക്കൽ വീണ്ടും കണ്ടുമുട്ടാമെന്ന ശുഭപ്രതീക്ഷയോടുകൂടി തൽക്കാലം വിട പറഞ്ഞു പിരിയുന്നു. സ്നേഹപൂർവ്വം അശോക് നാരായൺ. താങ്ക് യു. ബൈ. താങ്ക് യു Thank you, സർ. sir. താങ്ക് യു. Thank you, sir. Thank you, sir. താങ്ക് യു. Thank you, sir. Thank you.